എൻ്റെ പേര് ബി പവനൻ. ഞാൻ ജനിച്ചത് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അവണാകുഴിയിലാണ്. അവണാകുഴി എന്ന് പറയുന്ന ചെറിയ ഗ്രാമം. അവിടെ കെ വേലായുധ പണിക്കരുടെയും ജി ഭാഗീരഥിയുടെയും മകനായിട്ട് ജനിച്ചു. അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. അച്ഛന് ചെറിയ ബിസിനസ്, കച്ചവടം, നാട്ടിൻ പുറത്തുള്ള ചെറിയ കച്ചവടം, പലചരക്ക് കച്ചവടം, പിന്നെ കുറച്ച് കൃഷി കാര്യങ്ങളും എല്ലാം കൂടെ കേട്ടോ. ഞങ്ങൾ 4 കുട്ടികളാണ്. അതിൽ മൂന്നാമത്തെ ആളാണ് ഞാൻ. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ ചെറിയ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം നാട്ടിലുള്ള സ്കൂളിൽ തന്നെയായിരുന്നു. അവിടെ തൊട്ടടുത്തുള്ള സർക്കാർ സ്കൂളുകളായിരുന്നു. അവണാഴി LPS, പുതുച്ചൽ UPS, പിന്നെ നെല്ലിമുട് ന്യൂ ഹൈ സ്കൂൾ. അതൊന്ന് ആ ഒരു ചെറിയ നാട്ടിലുള്ള നടന്ന് പോയി ചെയ്യുന്ന, ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും അന്നത്തെ സ്കൂളുകളിലില്ല. എല്ലാം തറയിലിരുന്നാണ് UPSലൊക്കെ പഠിച്ചത്. ഹൈസ്കൂളിൽ വന്നപ്പോൾ അവിടെ പെട്ടെന്നൊരു അന്ന് ഞാൻ സ്കൂളിൽ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഒരു ഷെഡ് ഉണ്ടായിരുന്നത് പൊളിഞ്ഞ് താഴെ വീണു. പിന്നെ മരത്തിൻ്റെ ചുവട്ടിലും എല്ലായിടത്തും കൂടെ കയറുന്നതാണ് പഠിച്ചത്. അന്ന് വലിയ സ്കൂളായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് അന്ന് SSLCക്ക് ഇന്നത്തെ പോലെ 99.9% വിജയമൊന്നുമില്ല, 98% വിജയമൊന്നുമില്ല. കഷ്ടിച്ച് 20, 25 അല്ലെങ്കിൽ 30% വിജയം. ആ സമയത്ത് ആദ്യം ജയിക്കുക തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടിയാണ് ഞാൻ പാസ്സായത്. അന്നത്തെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വലിയ വിജയമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ അവിടെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നേരെ തിരുവനന്തപുരത്ത് മാർവിയാനസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വന്നു. മാർവിയാനസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വന്നപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം അന്ന് ഇവാനിയസ് കോളേജാണ്, ഭയങ്കര പോഷായിട്ടുള്ള കോളേജ്, വലിയ കാശുകാരായിട്ടുള്ള കുട്ടികൾ. ഞാൻ ഗ്രാമപ്രദേശത്തു നിന്ന് വരികയാണ്. അവിടെ വലിയ മിടുക്കനായിട്ട് വന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ഭയങ്കര കുഴപ്പമായി. കാരണം സാറന്മാരെല്ലാം പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലാണ്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. വലിയ മിടുക്കനായിട്ട് വന്നിട്ട് ഒന്നും മനസ്സിലാവാത്ത അവസ്ഥ. ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരുന്നത്. ഹിന്ദി പോലും ഇംഗ്ലീഷിലാണ് അവർ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒന്ന് ആകപ്പാടെ കരഞ്ഞു പോയി ക്ലാസ്സിലിരുന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവസ്ഥ മെല്ലെ മാറി. എനിക്ക് അവർ ട്യൂട്ടോറിയലിൽ അവിടെ പോയിട്ട് ട്യൂഷന് ചേർന്നു. അവിടെ പിന്നെ എല്ലാം മലയാളത്തിൽ പറയുമായിരുന്നു. അങ്ങനെ എന്നാലും പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നീട് ആദ്യത്തെ 2 ടൈം കഴിഞ്ഞപ്പോൾ ആ കോളേജിൽ ഏറ്റവും നല്ല സ്റ്റുഡൻ്റായിട്ട് മാറി. ഏറ്റവും കൂടുതൽ മാർക്ക് വന്നപ്പോൾ അവിടെ ബാക്കിയുള്ളവരെല്ലാം ഞെട്ടിപ്പോയി, എനിക്കങ്ങനെ ഇത്രയും മാർക്ക് കിട്ടിയെന്നാണ്. അങ്ങനെയാണ് പിന്നെ സാറന്മാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്ന് നല്ല പ്രീ ഡിഗ്രിക്ക് ഞാൻ 95%, 96% മാർക്കോടുകൂടിയാണ് വിജയിച്ചത്. പക്ഷെ അന്ന് എല്ലാവരും, എൻ്റെ കൂട്ടുകാരൊക്കെ പ്രൊഫഷണൽ ഡോക്ടർ കോഴ്സുകളിലേക്ക് പോയി, MBBSലേക്ക്, എഞ്ചിനീയറിംഗിലേക്കും പോയെങ്കിലും അപ്പോഴേക്കും അതിനകത്ത് തന്നെ എനിക്ക് സാഹിത്യം തലയ്ക്ക് പിടിച്ചിരുന്നു. പത്രം നേരത്തെ തന്നെ വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, വളരെ ചെറുതിലായിരുന്നു. പിന്നെ SSLCയുടെ സമയത്ത് ആദ്യം എന്താ എഴുതിയതെന്ന് നേരത്തെ ചോദിച്ചല്ലോ. ആദ്യം എഴുതിയത് ഒരു പത്രാധിപർക്കുള്ളൊരു കത്താണ്. അതായത് SSLC പരീക്ഷ എഴുതി. അന്ന് എല്ലാത്തിനും ഭയങ്കര നന്നായിട്ട് എഴുതാൻ പറ്റിയെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണക്ക് എഴുതാൻ കഴിഞ്ഞില്ല. അതിനകത്ത് മുഴുവൻ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ, ആർക്കും ഒന്നും എഴുതാൻ പറ്റാതെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു പത്രാധിപർക്ക് ഒരു കത്ത് എഴുതി. കേരളത്തിലേക്ക് വലുതായിട്ട് അച്ചടിച്ചു വന്നു. പിന്നീട് അതിനെ തുടർന്ന് അന്ന് പരീക്ഷ കൺട്രോളർ അല്ലാതെ തന്നെ പരാതി വന്നിരുന്നു. അവരുടെ ഇടപെടുകയും പിന്നെ എല്ലാവർക്കും ഒരുപാട് മാർക്ക് തരികയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സംഭവം, അതാണ് ആദ്യമായിട്ട് ഞാൻ എഴുതി അച്ചടിച്ചു വന്നത്. സ്വന്തം കാര്യം തന്നെ, അത് കേരളത്തിൽ തന്നെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാഹിത്യം ഒരുപാട് വായിക്കാനും ആ സമയത്തുള്ള, അതായത് ഒരു 70കളുടെ അടിയന്തരാവസ്ഥയുടെ ആ സമയത്ത്, 70കളുടെ സമയമാണ്. ആ സമയത്ത് നമ്മുടെ M മുകുന്ദനും പിന്നെ ബാക്കിയുള്ളവരൊക്കെ അത്യന്താധുനിക സാഹിത്യം അങ്ങ് തലയ്ക്ക് പിടിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ പിന്നെ എല്ലാത്തിനോടുമുള്ളൊരു നിഷേധ, അത് പിന്നെ ലാറ്റിൻ അമേരിക്കൻ കവികളുടെ സച്ചിദാനന്ദൻ്റെ കവിതകൾ, അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു മായിക അന്തരീക്ഷം. ആ പ്രത്യേകിച്ചും ഈ സ്വയംവരം, പുതിയ സിനിമ, ആ സിനിമയും എല്ലാം കൂടെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ സാഹിത്യം വേണ്ട, അല്ല MBBS അങ്ങനെയുള്ളതിനൊന്നും പോകണ്ട, ഇതിന് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേരുന്നതാണ്. ഞാൻ MBBS പോകാത്തത് കൊണ്ട് അമ്മ ഒരാഴ്ച കരഞ്ഞ് വിളിച്ച് കിടന്നു. കാരണം എൻ്റെ കൂടെ ഉള്ളവർക്ക്, ഞാൻ പറഞ്ഞു കൊടുത്തവരുമൊക്കെ മെഡിസിന് ചേർന്നു.
ഞാൻ ചേർന്നില്ലല്ലോ. അതുകൊണ്ട് കുറേ ദിവസം ഭയങ്കര ഇതായിരുന്നു. എനിക്ക് കിട്ടേണ്ടതായിരുന്നു. അന്ന് എൻട്രൻസ് ഒന്നും വേണ്ട, പരീക്ഷയുടെ ഈ മാർക്കിൻ്റെ പെർസെൻറ്റേജ് വെച്ച് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു, പഠിച്ചു. പിന്നെ 2-3 വർഷം യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ സാഹിത്യത്തിലേക്ക് തിരിയുന്നത്. ആദ്യം എഴുതിയത് ചെറുകഥയാണ്, എല്ലാവരെയും പോലെ ചെറുകഥകൾ എഴുതിയിരുന്നു. അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ സാഹിത്യ ആയിട്ടുള്ള വലിയ അഭിരുചി ഉണ്ടായിരുന്ന സമയമാണ്. എം രാജീവ് കുമാർ, യു ജയചന്ദ്രൻ, പിന്നീട് കുറേ അധികം കവികളും എല്ലാവരും കൂടെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. ആ സമയത്ത് ഞങ്ങൾ ചെറുകഥകൾ എഴുതുന്നിട്ട് വെള്ളിയാഴ്ചകളിൽ അഥവാ അവിടെ അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാനും ഈ വെള്ളിയാഴ്ച എല്ലാ ദിവസവും വെള്ളിയാഴ്ച നമുക്ക് ഇൻ്റർവെൽ കൂടുതലാണ്. ആ ദിവസങ്ങളിൽ അവിടെ പോയിട്ട് ഈ ചെറുകഥകൾ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ചെറുകഥാകൃത്ത് ആ ലൈനിലായിരുന്നു കുറേ കഥകളൊക്കെ എഴുതി. അതിൽ ആദ്യത്തെ ഒരു കഥ അച്ചടിച്ചു വന്നിരുന്നു. അത് അന്ന് കാരിക്കമണ്ഡപം വിജയകുമാർ ഒരു പ്രഭാവം എന്ന് പറഞ്ഞിട്ടൊരു ലിറ്റിൽ മാഗസിൻ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അച്ചടിച്ചു വന്നു പാലുണ്ണി എന്ന കഥ. അന്ന് ഭയങ്കര, ഇന്നും എന്നോട് എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ ചോദിക്കും, ആ പാലുണ്ണി എഴുതിയ ഭവനല്ലേ, അത് പിന്നീട് എന്തുകൊണ്ട് എഴുതിയില്ല എന്നൊക്കെ ചോദിക്കും. അങ്ങനെ കഥകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഒരു ലിറ്ററേച്ചർ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമമായിരുന്നു പ്രസ് ക്ലബ്ബിൽ പോയത്. അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും എന്നെ സ്വാധീനിച്ചോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അപ്പോഴത്തേക്ക് നന്നായിട്ട് ദിവസവും പത്രം നന്നായിട്ട് വായിക്കുകയും അതിൻ്റെ ഇതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ലിറ്ററേച്ചർ കഴിഞ്ഞ ശേഷം പ്രസ് ക്ലബ്ബിൽ അപേക്ഷിച്ചു ജേർണലിസം പഠിക്കുന്നതിന് വേണ്ടി. അങ്ങനെ പത്രപ്രവർത്തനം അവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാട്ടിലന്ന് ഈ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞ തൊഴിലിനെക്കുറിച്ച് ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല, ആർക്കും അറിഞ്ഞുകൂടാ. ഈ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാവിലെ ന്യൂസ് പേപ്പർ കൊണ്ടിടുന്ന ജോലി എന്നുള്ള ഒരവസ്ഥയാണ്, അല്ലാതെ ഇതൊരു വലിയ ഇതായിട്ടൊന്നും ആർക്കും അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ട് ഈ പത്രപ്രവർത്തനത്തെക്കുറിച്ച് കേൾക്കുന്നത് ഒരു 4ാം സ്റ്റാൻഡേർഡിലോ 5ാം സ്റ്റാൻഡേർഡിലോ. അമ്മ സ്കൂൾ ഹെഡ്മിസ്ട്രസ്സാണ്. അമ്മയുടെ കൂടെ ബാലരാരത്ത് യുവജനോത്സവം കാണാൻ വേണ്ടി പോയിരുന്നു. അന്ന് അവിടെ ഒരു പത്രപ്രവർത്തനം ആരാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നല്ല തിളങ്ങുന്ന കണ്ണാടിയൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ഒരു ഉഗ്രം പ്രഭാഷണം ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നത്, നിങ്ങളുടെ കണ്ണ് തുറന്നു വെച്ച് നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റുവാണെങ്കിൽ, അതിനുള്ള ഒരു അഭിരുചി ഉണ്ടെങ്കിൽ പത്രപ്രവർത്തനത്തിലേക്ക് വരുമെന്ന് വന്നിട്ട് പുള്ളിയുടെ ഒരു ഇതുണ്ട്. അത് മനസ്സിൽ കിടന്നു. അത് ആയിരിക്കാം എന്നെ പിന്നീട് ഈ രംഗത്ത് എത്തിച്ചത്. അങ്ങനെ പ്രസ് ക്ലബ്ബിൽ വന്നു. പ്രസ് ക്ലബ്ബിൽ നിന്ന് ആ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പുലിയെപ്പോലെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, സഹദേവൻ, നെടുമങ്ങാട് സഹദേവൻ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പത്രം ഉണ്ടായിരുന്നു, തെക്കൻകാറ്റ്, പാളയത്ത്. പി പി പ്രസ് എന്നാണ് പഠിപ്പിക്കുന്നത്. ആകെപ്പാടെ ഒരു 4 പേജുള്ള ഒരു പത്രം. ഈ സഹദേവൻ സാറ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ വലിയ നേതാവായിരുന്നു. ഒരുപാട് ത്യാഗവും അടിയും പോലീസിൻ്റെ അടിയൊക്കെ കൊണ്ട് അവരെടുത്ത് കൊക്കയിലൊക്കെ എറിഞ്ഞ് അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നതാണ്. അത്രയും വലിയ, അതേപോലെ തന്നെ ഭയങ്കര നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു, സൈദ്ധാന്തികമായിട്ട് നല്ല ബലവും ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു പത്രമായിരുന്നു അത്. അന്ന് CPM-ൻ്റെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളെല്ലാം ഈ PP പ്രസ്സിൽ വൈകിട്ട് വരുമായിരുന്നു. അന്ന് ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ TK രാമകൃഷ്ണൻ അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്തോമായിരുന്നു. അദ്ദേഹം പലപ്പോഴും സാറിനെ കാണാൻ വേണ്ടി അവിടെ വന്നിരുന്ന് വെറുതെ ബെഞ്ചിലിരുന്ന് സംസാരിച്ചിട്ടൊക്കെ പോകുമായിരുന്നു. അത്രയ്ക്കുള്ളതാണ്. ഈ ചെറിയ പത്രമായിരുന്നു. പക്ഷെ അവിടെ വെച്ച് എനിക്കൊരു ഗുണം കിട്ടിയത്, എല്ലാ ജോലിയും ആകെപ്പാടെ ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ എഴുത്ത് കൈകൊണ്ടാണ് എഴുതേണ്ടത്, കൈകൊണ്ട് എഴുതുക, പിന്നെ അത് പ്രൂഫ് നോക്കുക, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ രാത്രിയാകുമ്പോൾ ഇതെല്ലാം പത്രമൊക്കെ കെട്ടി എല്ലാം വരച്ചു കൊടുത്ത് അവരുടെ കൂടെ നിന്ന് പത്രം കെട്ടിക്കണം. ഇങ്ങനെ അക്ഷരങ്ങൾ പറക്കി വെച്ചിട്ടുള്ള സാധനം. അപ്പോൾ രാത്രി പത്രം കെട്ടിയിട്ട് അവർ പ്രസ് കയറ്റുന്ന സമയത്ത് അതിൻ്റെ അവിടെ ഒരു ചെറിയ ബെഞ്ചുണ്ട്. വീട്ടിലൊന്നും പോകില്ലല്ലോ, അവിടെ ഒരു ചെറിയ ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ രാത്രിയാകുമ്പം ഇവർ ഫസ്റ്റ് എഡിഷൻ ആദ്യത്തെ പ്രിൻ്റ് അടിച്ചിട്ട് വെളിയിൽ പോയിട്ട് നല്ല തട്ടുകടയിൽ നിന്ന് നല്ല ചൂട് ദോശയും രസവടയും ഒരു കാപ്പിയും കൂടെ വാങ്ങിച്ചിട്ടാണ് എന്നെ ഉണർത്തുന്നത്. ഉണർത്തി ഇതും തന്ന് ആദ്യത്തെ പത്രവും തരും. എന്നിട്ട് അത് ഞാൻ നോക്കിയിട്ട് ഒപ്പിട്ട് കൊടുത്ത് അവർ ബാക്കി അടിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു 2 വർഷം എല്ലാ ജോലിയും ചെയ്യും. എഡിറ്റോറിയൽ എഴുത്ത് മുതൽ വാർത്ത എഴുത്ത് മുതൽ എഡിറ്റോറിയൽ എഴുത്ത്, എല്ലാ പണിയും, പത്രം കെട്ടി ചില ദിവസങ്ങളിൽ അയക്കുന്നത് ഉൾപ്പെടെ എല്ലാ പണിയും
നമ്മൾ തന്നെ ചെയ്യുന്നത്. ചെറിയ ചെറിയ അച്ചുകൂടത്തിൽ ചെറുതായിട്ട് വെച്ച്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തോളം ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ പ്രസ് ക്ലബിലുള്ള ഇത് കഴിഞ്ഞു. അപ്പോൾ പിന്നീട് അപ്പോഴത്തേക്കും സാറിന് പിന്നെ വയ്യാതായി, അസുഖമൊക്കെ ആയി, ആ പത്രം നിന്ന് പോകുന്ന അവസ്ഥയെത്തി. അപ്പോഴാണ് ദേശാഭിമാനിയിൽ നിന്ന് എനിക്കൊരു ഇത് വന്നത്. ദേശാഭിമാനിയിൽ അന്ന് വളരെ ഒരു വലിയ കേസല്ല, ഒരു വിവാദം ഉണ്ടായി. വക്കം പുരുഷോത്തമനായിരുന്നപ്പോൾ RS ബാബുവിന്, നമ്മുടെ പ്രസ് അക്കാദമിയുടെ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ പാസ് നിഷേധിച്ചു. പിൽക്കാലത്ത് വലിയ കേസായതാണ്. അപ്പോൾ വക്കം പുരുഷോത്തമൻ നിയമസഭാ റിപ്പോർട്ടിങ്ങിനുള്ള പാസ് RS ബാബുവിൻ്റെ പാസ് നിഷേധിച്ചു. അപ്പം ബാബുവിന് അങ്ങനെ പോകാൻ പറ്റുക, അങ്ങനെ തുടങ്ങുന്ന പ്രക്ഷോഭ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാബുവിന് പോകാൻ പറ്റില്ല. പകരം ദേശാഭിമാനിയെ SR ശക്തിധരൻ ചീഫ് എന്നെയാണ് കണ്ടെത്തിയത്. എനിക്കന്ന് നിയമസഭാ പാസ്സുണ്ട്, തെക്കൻകാറ്റിൻ്റെ പാസ്സുണ്ട്. അങ്ങനെ എനിക്ക് ദേശാഭിമാനിക്ക് വേണ്ടി ഞാൻ ഏതാണ്ട് 1 വർഷത്തോളം ദേശാഭിമാനിയിലുണ്ടായിരുന്നു. ആ ദേശാഭിമാനിയിൽ അവിടെ നിന്ന് ഡെയിലി വേജസാണ്. എല്ലാ ദിവസവും അന്ന് ഇവിടെ ശാന്തിനഗർ, സ്റ്റാച്യുവിൽ ശാന്തിനഗറിലാണ്. ശാന്തിനഗറിൽ ചെന്നിട്ട് അവിടുത്തെ ഓഫീസ്, എൻ്റെ അപ്പുറത്താണ് EMSൻ്റെ വീട്, എൻ്റെ തൊട്ടിപ്പുറത്താണ്. അവിടെ ചെന്നിട്ട് ദിവസവും ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ശക്തികരം ഒരു ഇത് എടുത്തിട്ട് 30-35 രൂപ അന്നത്തെ ദിവസവും പൈസ വരും, ഡെയിലി പൈസ ആയിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ വരുന്നത്. ഇതിനിടയിൽ തീരദേശം എന്ന് പറഞ്ഞിട്ടൊരു ഒരു മാസികയുടെ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു. അത് അവരുടെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് വരുന്ന ഒരു മാസികയായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കേരളമതിയിലെത്തി. കേരളമതിയിൽ ഞാൻ കോഴിക്കോടാണ് ജോയിൻ ചെയ്തത്. അന്ന് കോഴിക്കോട് യൂണിറ്റ് പുതുതായിട്ട് ആരംഭിക്കുന്ന യൂണിറ്റായിരുന്നു. അപ്പോൾ കോഴിക്കോട് യൂണിറ്റിലേക്ക് ആണ് എടുത്തത്. അങ്ങനെ ഞാനും ഞങ്ങൾ ഇപ്പോഴത്തെ മഞ്ജു വെള്ളയാണി, പിന്നെ ഞങ്ങളന്ന് വലിയൊരു ഗ്രൂപ്പിനെ ആ ഗ്രൂപ്പായിരുന്നു. മഞ്ജു വെള്ളയാണി, ഞാൻ, പിന്നീട് രാജൻ ബാബു, കൊല്ലത്തുള്ള രാജൻ ബാബു, ഇങ്ങനെ പറയുന്ന വലിയൊരു ഗ്രൂപ്പ് ആ സമയത്താണ് എടുത്തിരുന്നത്. കേരള കൗമുദിയിൽ കോഴിക്കോട് ഡെസ്കിലാണ് ജോയിൻ ചേരുന്നത്. അത് 1984. അന്ന് ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പോൾ ഒരു വലിയ ഇതുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴും പറഞ്ഞാൽ അവിശ്വസനീയമാണ്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ന് കാണുന്ന എല്ലാ സംവിധാനങ്ങളും ആ കാലഘട്ടത്തിൽ 84 തന്നെ കോഴിക്കോട് കേരളത്തിലുണ്ടായിരുന്നു. അന്ന് ഈ കമ്പികളിലൂടെ നമുക്ക് വയറുകളിലൂടെ പടം അയക്കാൻ കഴിയുമെന്നുള്ളത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. പക്ഷെ അന്ന് കൗമുദി കേബിൾ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തു നിന്നും പടം അയക്കാനുള്ളതുണ്ടായിരുന്നു. എല്ലാം അതുവരെ കൈകൊണ്ടാണ് എല്ലാവരും കൈകൾ അച്ചു പറക്കി വെച്ചിട്ടുള്ളത് മാറ്റിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് കീബോർഡ് അന്ന് ഫോട്ടോ കമ്പോസിങ് എന്നാണ് പറയുന്നത്. DTP അല്ല, അതിൻ്റെ മുൻവശത്തുള്ള രീതിയാണ് ഫോട്ടോ കമ്പോസിങ്. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ പത്രം കമ്പോസ് ചെയ്ത മെറ്റീരിയൽ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അയക്കാനുള്ള സംവിധാനം, ഇതിലുള്ള അത്യാധുനിക എല്ലാ സൗകര്യങ്ങളും. അത് ഓഫ്സെറ്റ് മെഷീൻ ഇല്ലായിരുന്നു അന്ന്, ഒരു പത്രത്തിനും ഇല്ലായിരുന്നു. ഓഫ്സെറ്റ് മെഷീൻ ആദ്യമായിട്ട് വരുന്നത് ഈനാടാണ്. ആദ്യം അച്ചടിച്ചു തുടങ്ങിയെങ്കിലും അതിന് വലിയ സംവിധാനങ്ങളോടുകൂടി ഉണ്ടായിരുന്നത് കോഴിക്കോട് കേരളമതിക്കായിരുന്നു. ഇതെല്ലാം സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായത്, വേണ്ടത്ര ആളില്ല. സംവിധാനമുണ്ട്, പക്ഷെ ആളില്ല. എല്ലാവരും ട്രെയിനികളാണ്. ഞാൻ ചെല്ലുമ്പോൾ ആകപ്പാടെ 3 പേര് മാത്രമേ അവിടുത്തെ പരിചയസമ്പന്നരായിട്ടുള്ള ഒരു 3 പേര്, ബാക്കി 29 പേരും ട്രെയിനികളാണ്. അപ്പം എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, പക്ഷെ അത് പ്രവർത്തിപ്പിക്കാനുള്ള മാൻ പവർ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അവിടുത്തെ ഇതിനെക്കുറിച്ച് അറിയാവുന്നത് UK കുമാരൻ, TV വേലായുധൻ, റഹ്മാൻജി, ഇവർ 3 പേരുമാണ് ന്യൂസ് എഡിറ്റർമാരായിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് വെച്ചാൽ രാവിലെ വന്നിട്ട് വൈകിട്ട് പോകണം. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഒരു ദിവസം ഇന്ന് UK കുമാരൻ രാവിലെ 10 മണിക്ക് വന്നാൽ പത്രം മുഴുവൻ പ്രിന്റ് ചെയ്തിട്ട് 3 മണിയാകുമ്പോൾ, വെളുപ്പിന് 3 മണിക്ക് ആദ്യത്തെ കോപ്പിയൊക്കെ അടിച്ച് എല്ലാം തീർന്നതിന് ശേഷമായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു ദിവസം വന്ന്, പിന്നെ അടുത്ത ദിവസം വേണ്ട, അടുത്ത ദിവസം അടുത്ത ആൾ വരും, TV വേലായുധൻ വരും, അതിനടുത്ത് റഹ്മാൻജി വരും. ഇങ്ങനെ 3 പേര് മാറി മാറി വരുന്നത്. അതുകൊണ്ടൊരു കുഴപ്പമുണ്ടായെന്ന് വെച്ചാൽ, ആഴ്ചയിൽ 3 ദിവസം ജോലിക്ക് 4 ദിവസം ഓഫും അവർക്ക്. കോമ്പൻസേറ്ററി 1 ദിവസത്തെ 2 ദിവസത്തെ കോമ്പൻസേറ്ററി. അത് മാത്രമല്ല, പത്രത്തിൻ്റെ തുടർച്ചയില്ല. ഇവർക്ക് എഴുതാൻ പറ്റില്ല. ഇവർ ഇരുന്ന് ഈ ട്രെയിനുകളെല്ലാം കൂടെ എഴുതുന്ന സാധനം അക്ഷരത്തെറ്റിൻ്റെ കളിയായിരുന്നു. പിന്നെ ഇത് ഫൈനായിട്ട് ഇത് എഡിറ്റ് ചെയ്യാനും കഴിയില്ല. തോന്നിയതുപോലെ ഏജന്റുമാർ കൊണ്ടുവരുന്നത് അത് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു
ആകപ്പാടുള്ളൊരു കുഴപ്പമുണ്ടായി. അതുകൊണ്ടാണ് കോഴിക്കോട് എഡിഷൻ ആകപ്പാടെ അതിൻ്റെ തുടക്കത്തിൽ വേണ്ടത്ര വിധത്തിൽ വിജയിക്കാതെ പോയത്. വലിയ മുതൽ മുടക്കും വലിയ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വിജയിക്കാൻ പോകാത്ത കാരണം പരിചയസമ്പന്നരായിട്ടുള്ള എഡിറ്റേഴ്സ് നേതൃത്വ നിരയിലില്ലാതെ പോയത്. അന്ന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ വളരെ ഭാഗമായിട്ടുള്ള മറ്റേ ഈ BSNLൻ്റെ കേബിൾ വഴിയാണ് വരേണ്ടത്. ഇന്നത്തെ പോലെ സാറ്റലൈറ്റ് വഴിയല്ല. ഓടിൽ കൂടെ പോകുന്ന പഴയ ടെലിഫോണിലൂടെ അത് മിക്കവാറും ഫെയിലുമായി പോകും. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കുറേ മാറ്റർ തിരുവനന്തപുരത്ത് നിന്ന് കമ്പോസ് ചെയ്ത് അയച്ചാൽ, തിരുവനന്തപുരത്ത് നിന്ന് മലയാളത്തിൽ അയച്ചാൽ അവിടെ ഫ്രഞ്ചിലായിരിക്കും കിട്ടുന്നത്. പോണ്ട് രാത്രി 9 പത്രം വയ്ക്കേണ്ട സമയത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ ബാക്കിയുള്ളതെല്ലാം അവിടെ തന്നെ എഴുതി ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നു. അത് വലിയ ബുദ്ധിമുട്ടുണ്ടായി. എന്നിരുന്നാലും അതങ്ങനെ പോയി. അങ്ങനെ അത് പക്ഷേ എനിക്ക് വലിയ ഒരു 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 ഇത് കിട്ടിയത് എല്ലാത്തിലും പരിചയമുണ്ടായി. മുഴുവൻ എല്ലാ പേജ് ഉണ്ടാക്കുന്നതിലും പിന്നെ എഴുതുന്നതിലും ആധുനിക മെഷീൻ സംവിധാനങ്ങൾ കണ്ട് പഠിക്കുന്നതിലും അത് കൈകാര്യം ചെയ്യുന്നതിലും എല്ലാത്തിലും നമുക്ക് അവിടെ നിന്ന് ഇത് കിട്ടി. അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് അവിടെ നിന്നാണ് വയനാട്ടിലേക്ക് ലേഖനാറ്റ് അയക്കുന്നത്. ഞാൻ ആദ്യം കേരളമതിയുടെ ലേഖനാറ്റ് ചെല്ലുന്നത് വയനാട്ടിലാണ്. വയനാട്ടിൽ കേരളമതിക്ക് ഒരു പൂർണ്ണസമയ ലേഖനാറ്റ് ചെല്ലുന്നത് ഞാനായിരുന്നു. അതിനു മുമ്പ് കലാകൗമുദിയുടെ വേലപ്പൻ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു. എന്നല്ലാതെ പിന്നീട് OK ജോണി ഉണ്ടായിരുന്നത് പാർട്ട് ടൈം ലേഖകനായിരുന്നു. പ്രദീപ് മാനന്തവാടി ഉണ്ടായിരുന്നു, അത് ഏജന്റ് ആയിരുന്നു. പുള്ളി എന്നാലും എഴുതുമായിരുന്നു. അല്ലാതെ ഒരു ലേഖനാറ്റ് ചെല്ലുന്നത് ഞാനായിരുന്നു. അത് വലിയ കഥയാണ്. അത് എനിക്ക് പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതായത് നമ്മുടെ ശശി സാർ, ഇപ്പോൾ ഈ ഇടയ്ക്ക് മരിച്ചുപോയ ശശി സാറും രഘുനാഥ് സാറും ഇവർ രണ്ടുപേരും കോഴിക്കോട് ന്യൂസ് എഡിറ്റർമാരായിരുന്ന സമയത്താണ് എന്നെ പറഞ്ഞ് വയനാട്ടിൽ വിടുന്നത്. എന്നോട് പറഞ്ഞ് വയനാട്ടിൽ പോയാൽ മതി, അവിടെ നല്ല ഫലഭൂയിഷ്ടമായ വാർത്തയുടെ സ്ഥലമാണ്, ചുമ്മാ കോരിയെടുത്താൽ മതി. അവിടെ നല്ലൊരു മുറിയുണ്ട്, നല്ലൊരു ഡൺലപ്പ് മെത്തയുണ്ട്, അവിടെ ചെന്ന് അതിൽ കിടന്നുകൊണ്ടാൽ മതി, സ്വസ്ഥം. നിങ്ങൾ അവിടെ പോയാൽ മതി, വല്ലപ്പോഴും കൂടെ ഒരു വാർത്ത എഴുതി അയച്ചാൽ മതി, സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് എന്നെ കയറ്റി വിട്ടത്. എന്നെ മംഗളേഷ് മണി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടുള്ള ഒരു സർക്കുലേഷൻ്റെ ഒരാളുണ്ടായിരുന്നു. അയാൾ എന്നെയും കൂടെ കൂട്ടി നേരെ ചുരം കയറി മുകളിൽ പോയി. ആദ്യമായിട്ടാണ് ഞാൻ വയനാട്ടിലെ ചുരം കയറുന്നതൊക്കെ. അത് ഇന്നത്തെ പോലത്തെ ചുരമല്ല, അത് അവിടെ ചെറിയ ഇടുങ്ങിയ ചുരമാണ്. അതിങ്ങനെ കറങ്ങി മുകളിലെത്തണം. മുകളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു ലോകമാണ്. അവിടെ കൽപ്പറ്റയിൽ കൊണ്ടുവന്നിട്ട് ഇവർ പറഞ്ഞ മുറിയാണെങ്കിൽ ഒരു ഭയങ്കര മോശപ്പെട്ട ഒരു കുടുസ് മുറി. അതിനകത്ത് ഒരു ഹോട്ടലിൻ്റെ മൂത്രപ്പുരയുടെ തൊട്ടടുത്താണ്, എപ്പോഴും മൂത്രത്തിൻ്റെ നാറ്റം. ഇവർ പറഞ്ഞ് പിന്നീട് ഫോൺ ചെയ്യാൻ വേറെ സൗകര്യമൊന്നുമില്ല. അന്ന് ആ കാലത്ത് നമുക്ക് മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോണും ഇല്ല. തൊട്ടടുത്ത് ഒരു പോസ്റ്റ് ഓഫീസുണ്ട്. ആ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ ട്രങ്ക് ബുക്ക് ചെയ്ത് തരും. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വരുന്ന ഒരു 3 മിനിറ്റ് നേരം ട്രങ്ക് ബുക്ക് ചെയ്തത്. അതാണ് ആകെപ്പാടെ ചെയ്യാവുന്നൊരു സ്ഥലം. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്ന് മംഗളേഷ് മണി പറഞ്ഞു ഇതാണ് കൽപ്പറ്റ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിർത്തിയിട്ട് പുള്ളി അടുത്ത വണ്ടി കയറിപ്പോയി. ഈ മുറിയും കാണിച്ചു തന്നു. ഞാൻ മുറിയിൽ ചെന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, അത്രയാണ്. എന്നിരുന്നാലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് മുറിയിൽ ഒരു വിധത്തിൽ വന്നൊക്കെ ഇരുന്ന് ആകെപ്പാടെ കൽപ്പറ്റ എന്ന് ചെറിയ സ്ഥലമാണ്, നടന്ന് അപ്പുറത്തും പോകാന്നുള്ള ഒരു കൊച്ചു ഒരു ഹൈ റേഞ്ച് ഒരു നഗരമാണ്, ചെറിയ സ്ഥലം. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ ഞാൻ ആ മുറിയിൽ ഇരിക്കുമ്പോൾ ഒരു 3-4 പേര് അന്വേഷിച്ചു വന്നു. നിങ്ങൾ കേരളത്തിലെ ആളല്ലേ എന്ന് വെച്ചാണ്. അതിൻ്റെ മുകളിൽ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട്. ഈ ബോർഡിൻ്റെ പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതിയതിൻ്റെ ബോർഡ് എഴുതിയതിൻ്റെ പൈസ തന്നിട്ടില്ല. കേരളത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുക അവർ. അങ്ങനെ ഞാൻ ചെല്ലുന്നത് കണ്ടിട്ട് അവർ നേരെ വന്നതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പൈസ തന്നേ തീരുള്ളൂ എന്ന് പറഞ്ഞു. അവർ ഭയങ്കരമായിട്ട് തട്ടിക്കയല്ലേ, പൈസ തന്നേ തീരുള്ളൂ. ഞാൻ പറഞ്ഞു പൈസ ഒന്നും ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല, നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കോഴിക്കോട് പോയി വാങ്ങിക്കും, അല്ലെ ഞങ്ങൾ ബോർഡ് അഴിച്ചെടുത്തോണ്ട് പോകുന്നു. വലിയൊരു ബോർഡാണ്, അത് അഴിച്ചെടുത്തു. ഞാൻ പറഞ്ഞു അതപ്പോൾ എനിക്ക് എൻ്റെ തിരുവനന്തപുരം സ്വഭാവം വെളിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ കാണണമല്ലോ, അഴിച്ചെടുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവന്മാർ കയറി ബോർഡ് അഴിച്ചോണ്ട് പോയി. ഞാനെന്ത് ചെയ്യാൻ, ഞാൻ നോക്കിക്കൊണ്ട് വന്നു. അതും കൊണ്ട് ചുമന്ന് അവർ അത് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വിളിച്ച് കോഴിക്കോട് ട്രങ്ക് ബുക്ക് ചെയ്ത് ഇതേപോലെ സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ ഇവിടെ ആകപ്പാടെ ഉണ്ടാക്കി ഇതാണ് അവസ്ഥ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്കൊന്നത് അറിഞ്ഞുകൂടാ ആരെയും, പിന്നെ ഒരു സംവിധാനവും ഇല്ല, കിടക്കാനും പറ്റില്ല, ഞാൻ നാളെ രാവിലെ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശശി സാർ പറഞ്ഞു ഒരു കാരണവശാൽ തിരിച്ചിട്ട് കോഴിക്കോട്ടേക്ക് ഒന്നുമില്ല, എങ്ങനെയെങ്കിലും അവിടെ നിന്നോളണം, എന്നിട്ട് അത്യാവശ്യം പൈസ തരാം,
ഈ മുറിയൊക്കെ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മുറി എടുത്തോ എന്ത് വേണമെങ്കിലും ചെയ്തു വന്നോ. സാറും പിറ്റേ ദിവസം രാവിലെ ഏജൻറ്റ് വഴി പൈസ എത്തിച്ചു. ഞാൻ പിന്നെ അവിടുത്തെ 2 ടൂറിസ്റ്റ് ഹോമുകളുണ്ടായിരുന്നു നല്ലത്. അതിലൊരു സ്ഥലത്തിൻ്റെ മുതലാളിയെ പോയി കണ്ടു. അങ്ങനെ എനിക്ക് ഒന്നാം മുറി തന്നു, തിലക് ടൂറിസ്റ്റ് ഹോം. അവിടെ ബ്യൂറോ ഞാൻ തന്നെ ബ്യൂറോ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 2 വർഷത്തോളം വയനാട്ടിൻ്റെ നന്നായിട്ട് എൻ്റെ കരിയറിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് അവിടെയാണ്. ആ തിലക് ടൂറിസ്റ്റ് ഹോമിൻ്റെ കൗണ്ടറുണ്ട്, അത് മുകളിലായിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ നേരെ പോയി കൗണ്ടറിലിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫോണിലാണ് എൻ്റെ, അത് കറക്കി വിളിക്കാം എവിടെയും. അപ്പോൾ തിലക് ടൂറിസ്റ്റ് ഹോമിൻ്റെ ഫോൺ കേരളത്തിലെ ഫോണായി. എല്ലാവരും എന്നെ അന്വേഷിച്ചാൽ പോകുന്നു കൗണ്ടറിൽ. ഞാൻ താഴെ മുറിയിലിരിക്കില്ല, കൗണ്ടറിലായിരിക്കുന്നത്. അവിടെ സൗകര്യമൊക്കെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നിറയെ ആളാണ് കേരളത്തിലാണ്. അവർക്ക് പിന്നെ സൗകര്യം, കാരണം ഒരുപാട് ഈ ഒരു പത്രത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്. പിന്നെ അവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അന്ന് ആ കാലത്ത് ഈ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് കാസർഗോട്ടേക്കും വയനാട്ടിലേക്കും ഉദ്യോഗസ്ഥന്മാരെ അയക്കുന്നത്. എല്ലാവരും ഭയങ്കര കറക്റ്റാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് കൂടുന്നത് ഇവിടെ. അതുകൊണ്ട് എനിക്ക് ഈ 2 ടൂറിസ്റ്റ് ഹോമിലായിട്ടാണ് അവർ താമസിക്കുന്നത്. ഏത് ഏത് ഇത് ഡീറ്റെയിൽസ് വേണമെങ്കിലും സർക്കാരിൻ്റെ അത് ഏത് വേണമെങ്കിലും ചോദിച്ചാൽ അപ്പം കയ്യിൽ കിട്ടും. എല്ലാവരും തിരുവനന്തപുരത്ത്. അങ്ങനെ എനിക്ക് നന്നായിട്ടുള്ള ചെയ്യാൻ പറ്റി. അഴിമതിയായിരുന്നല്ലോ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സുഗന്ധഗിരി ഏലം പ്രോജക്റ്റ് എന്ന് വെച്ചിട്ട് വലിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആദിവാസികളെ കുടിയിരുത്തുന്നതിന് വേണ്ടി വനമൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവരെ കുടില് കെട്ടി അവരെ താമസിപ്പിച്ച് ഏലം. അതിന് ഭയങ്കര വൻതോതിലുള്ള അഴിമതി അതിൽ നടന്നത്. അതായിരുന്നു ഞാൻ ആദ്യം പുറത്തുകൊണ്ടിരുന്നത്. ദുർഗന്ധഗിരിയായി മാറുന്ന സുഗന്ധഗിരി. അപ്പോൾ അതിൻ്റെ ഇത് ഈ ചെറിയ പാർട്ടി നടക്കുമ്പോൾ പാർട്ടിക്ക് കേക്ക് വാങ്ങാൻ വേണ്ടി ജീപ്പ് എടുത്ത് കോഴിക്കോട് വന്ന് അലുവ വാങ്ങിച്ചിട്ട് വരും. 50 രൂപയ്ക്ക് അലുവ വാങ്ങിക്കാൻ വേണ്ടി 500 രൂപയുടെ പെട്രോളും കത്തിച്ച് വരുന്ന അത് ഉൾപ്പെടെ എല്ലാം ഓഡിറ്റിങ്ങിലുണ്ടായിരുന്നു. പിന്നീട് വൻതോതിലുള്ള മറ്റേ ഈ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉണ്ടായ അഴിമതികൾ ഇത് ആദിവാസികളെ മകം നിർത്തിയിട്ട് നടത്തിയ വലിയൊരു കൊള്ളയായിരുന്നു. അതുമാത്രമല്ല അവിടുത്തെ ഏറ്റവും നല്ല തേക്കും വലിയ ഏരിയ എത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ല, തേക്കെല്ലാം വെട്ടി അവർ വിറ്റു. അതിനെ തുടർന്ന് എൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു. ഈ റിപ്പോർട്ട് വരുന്നതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ പറയാം. അത് എന്നെ സ്പർശിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ വയനാട്ടിലെത്തിയതിന് ശേഷം സാധാരണ വീട്ടിലേക്ക് അന്ന് കത്തെഴുതാനേ പറ്റുള്ളൂ. ഫോൺ വീട്ടിലില്ല, അല്ലെങ്കിൽ വിളിക്കാനും പറ്റില്ല. ഞാൻ കത്തെഴുതുന്ന പരിപാടിയില്ല. അമ്മ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അമ്മയ്ക്ക് 2-3 മാസമായിട്ടും ഇവൻ കോഴിക്കോട് പോയിട്ട് പിന്നെ വേറെ വയനാട്ടിലെവിടെ പോയി പിന്നെ ഒരു വിവരവും ഇല്ല. എന്ത് ഉണ്ടോ ഇല്ലേന്നൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തപ്പിപ്പിടിച്ച് പേട്ടയിൽ വന്നപ്പോൾ നമ്മുടെ പിറവന്തൂർ ശശിയേട്ടൻ്റെ കയ്യിലാണ് ചെന്നപ്പെട്ടത് അമ്മ. അപ്പോൾ ശശിയേട്ടനോട് ചോദിച്ചു, എൻ്റെ മോനെ കുറിച്ച് വല്ലവരുണ്ട് കേരളത്തിൽ ജോയിൻ ചെയ്ത്, പിന്നെ കത്ത് എഴുതുന്നില്ല, ഞാൻ അങ്ങോട്ട് അയച്ച മറുപടിയില്ല, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചു. അപ്പം ശശിയേട്ടൻ നേരെ വിളിച്ചുകൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് മേശ തുറന്ന് ഞാൻ എഴുതിയ ഈ ദുർഗന്ധഗിരി മറന്ന സുഗന്ധഗിരി നാളെ ഇത് അമ്മയുടെ മോൻ്റെത് നാളെ 1-ാം പേജിൽ അച്ചടിക്കാൻ പോവുകയാണ്. വലിയ ഏലത്തിൻ്റെ പടമൊക്കെ വെച്ചിട്ട്, ഏലത്തോട്ടത്തിൻ്റെ പടമൊക്കെ വെച്ചിട്ട് അച്ചടിക്കാൻ പോകണമെന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് പിന്നെ ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വീട്ടിൽ വിട്ടു. അതാണ് എൻ്റെ ആദ്യത്തെ കേരളത്തിലല്ല, എൻ്റെ പ്രൊഫഷനിലുള്ള ആദ്യത്തെ റിപ്പോർട്ട്. അതൊരു 4-5 ലക്കമായിട്ട് പോകുന്നു. അതിനെ തുടർന്ന് വിജിലൻസ് എൻക്വയറി ഉണ്ടായി. പിന്നെ മറ്റു നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആദിവാസികളെ കുറിച്ച് വളരെയധികം എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പട്ടിണി കിടന്ന് ആദിവാസികൾ മരിക്കുന്ന കാര്യം. അപ്പോൾ പട്ടിണി മരണം ഉണ്ടായപ്പോൾ ഒരിക്കൽ ഞാൻ റിപ്പോർട്ട് ചെയ്തു. ഒരു ആദിവാസികൾ മരിച്ചതിന് അവരുടെ പടവും സായുധവും എല്ലും തോലുമായിട്ടിരിക്കുന്ന ആദിവാസികളാണ്. അപ്പോൾ എന്തൊക്കെ കഴിച്ചോന്ന് ചോദിച്ചാൽ കുപ്പ കഴിച്ചെന്താ പറയുന്നത്. കുപ്പയെന്ന് വെച്ചാൽ ചെറിയ അവിടുത്തെ കീര പോലത്തെ ചെറിയ സാധനം, അതാണ് ഒരു പറിച്ച് കഴിക്കുന്നൊന്നുമില്ല. അത് കഴിച്ചൊരു ആദിവാസി റിപ്പോർട്ട് മരിച്ചതിൻ്റെ പട്ടിണി കിടന്ന് മരിച്ചത് റിപ്പോർട്ട് ചെയ്തു, പടത്തും സഹിതം. അന്ന് കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. കേരള കൗമുദിയിൽ 1-ാം പേജിലാണ് വരുന്നത് പടം, വാർത്ത. കേരളത്തിലേക്ക് അന്ന് വയനാട്ടിൽ നിന്ന് എന്ത് വന്നിരുന്നാലും വാർത്തയാണ്. കാരണം ആദ്യമായിട്ടാണ് വയനാട് കവർ ചെയ്യുന്നത്. എന്ത് വന്ന് കൊടുത്താലും വാർത്ത. അവിടുത്തെ മാതൃഭൂമിയും മനോരമ ഇതേ വാർത്ത അയച്ചിരുന്നാലും അത് സിംഗിൾ പേജിലേ പോവുള്ളൂ. നമ്മുടെ അങ്ങനെയല്ല, 1-ാം പേജിൽ വലുതായിട്ടുണ്ട് കേരളത്തിൽ. അപ്പം കരുണാകരൻ ഭയങ്കര ഇതായി.
അപ്പോൾ എന്നോട് അവിടുത്തെ തഹസീൽദാരും പിന്നീട് എ ഡി എമ്മും ഒക്കെ എൻ്റെ തൊട്ടടുത്ത മുറിയില്ല താമസിക്കുന്നത്. ഇവർ രാവിലെ തട്ടി എന്നെ വിളിച്ചോണ്ട് എന്ത് പണിയാണ് കാണിച്ചത്, ഇത് മരിച്ചെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഭയങ്കര തിരുവനന്തപുരത്ത് നിന്ന് വലിയ കോളായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ എന്നെ ഉടനെ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്യുന്നു, അത് ചെയ്ത് ഇത് ചെയ്യുന്നു, വലിയ ബഹളം, നിയമസഭയിൽ ബഹളം, അങ്ങനെയൊക്കെ ഉണ്ടായി. അതൊരു ഇതായിരുന്നു. പിന്നെ വേറൊരു മറക്കാനാവാത്ത ഒരു സംഭവം ഉണ്ടായത് ഈ വയനാട്ടിലെ ഒരു ആദിവാസി സ്ത്രീ ഗർഭിണിയായി. അന്ന് ആ കാലത്ത് വയനാട്ടിൽ ഈ വിവാഹിതരാകാത്ത അമ്മമാരുടെ സ്ഥലമായിരുന്നു. ഒരുപാട് പേര് വിവാഹമൊന്നും കഴിക്കില്ല, പക്ഷേ ഏതെങ്കിലും ഈ തോട്ടം ഉടമയോ ആരെങ്കിലുമൊക്കെ പ്രലോഭിപ്പിച്ചിട്ട് ഇവരെ ഗർഭിണിയാക്കും. അങ്ങനെ ഒരു സ്ത്രീ ഗർഭിണിയായി. അവരുടെ പേരിപ്പോൾ പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് പേര് പറയാൻ പറ്റില്ല. നമുക്ക് അവരുടെ പേര് വേണമെങ്കിൽ വിലാസിനി എന്ന് വിളിക്കാം, അതല്ല പേര്. അപ്പോൾ വിലാസിനി ഗർഭിണിയായതോടുകൂടി അവർ ചെയ്ത് കൊച്ചു പെണ്ണ 10-20 വയസ്സേ വരുള്ളൂ, പ്രസവിച്ചു. സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ സിസേറിയനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ അവരുടെ വീട്ടുകാർ കയറ്റിയില്ല. വീടെന്ന് പറയാനില്ല, ചെറിയൊരു കുടിൽ പോലത്തെ. അവർ ഊര് വിലക്കി കുട്ടിയെ. എവള് വിലാസിനി പിഴച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഊര് വിലക്കുക എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് വേറെ പോകാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഈ സ്വന്തം വീട്ടിൻ്റെ വരാന്തയിൽ തന്നെ, വരാന്തയെന്ന് പറയാനില്ല, ഇങ്ങനെ പുല്ലുകൊണ്ടുണ്ടാക്കിയ വീട്, അതിൻ്റെ ഒരു അതിൽ ചാണകം മെഴുകുക, അവിടെ കിടക്കുക. ഈ കുട്ടിക്കും ഭക്ഷണം കൊടുക്കുന്നില്ല, ഇവളും ഒന്നും കഴിക്കുന്നില്ല, ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരും പ്രകൃതി സംരക്ഷണ സമിതിക്കാരും കൂടെ എൻ്റെ അടുത്ത് വന്നു. നമ്മുടെ ബാദുഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ അവർ വന്ന്, ഞാൻ അവരുടെ കൂടെ പോയി ചെന്ന് ഇത് പടവും വാർത്തയൊക്കെ എടുത്ത്. അപ്പോൾ ഇവർ പറഞ്ഞു അവിടുത്തെ വേറൊരാളാണിത്, അവിടുത്തെ ഇതിൻ്റെ ഉടമസ്ഥന പിഴപ്പിച്ചതെന്ന് പറഞ്ഞു. അത് പക്ഷേ അവിടെ സാധാരണ ഉണ്ടാവുന്നതാണ്. അത് ഇവൾ പിഴച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങ് ഊര് വിലക്കുക ചെയ്യുന്നത്. അച്ഛനും പിന്നെ അവർക്കൊന്നും ചെയ്യും. അത് കൊടുത്തു. കേരളാവധിയിൽ വലുതായിട്ട് 1-ാം പേരിൽ 8 ഓളത്തിൽ വന്നു. വിലാസിനി പിഴച്ചു, അവൾക്ക് ഊര് വിലക്ക്, അവൾക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നു. അതിനെ തുടർന്ന് അത് വലിയ വാർത്തയായി. കരുണാകരൻ തന്നെയായിരുന്നു അപ്പോഴും ലീഡർ തന്നെയായിരുന്നു അപ്പോഴും മുഖ്യമന്ത്രി. അദ്ദേഹം ഉടനെ തന്നെ നടപടികളെടുത്തു. അന്ന് തന്നെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ബത്തേരി ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോയി. ഇപ്പോഴും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതിനിടയിൽ വേറൊരു കാര്യം ഉണ്ടായത്, ഇതിന് കാരണക്കാരനായിട്ടുള്ള ആ മുതലാളി അവളെ എടുത്തിട്ട് വേറൊരു ആളിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചു. ഒരു 4 സെന്റ് സ്ഥലം എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു. അവൾക്ക് അവിടെ ഒരു വീടും വെച്ചു കൊടുത്ത് അവിടെ അങ്ങ് താമസമാക്കി. അതങ്ങനെ അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഉണ്ടായെന്ന് വെച്ചാൽ അന്ന് ജസ്റ്റിസ് സുകുമാരൻ, ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് നമ്മുടെ ജസ്റ്റിസ് സുകുമാരൻ, കേരളവുമായിട്ട് വളരെ അടുപ്പമുള്ള അദ്ദേഹം ഇതൊരു സ്വമേധയായ ഈ പത്രവാർത്ത ഒരു കേസ് ഇതായിട്ട് കേസെടുത്തത് കോടതിയിലെത്തി. കോടതി നടപടികളും കാര്യങ്ങളും ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ്. നടപടികളൊക്കെ ആയി. അപ്പോഴേക്കും ഒരു ദിവസം പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഈ വിലാസിനി എന്ന് പറയുന്ന, വിലാസിനി എന്നല്ല അവരുടെ പേര്, പക്ഷേ അവർ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഓഫീസിൽ വന്നു. നിങ്ങൾ എഴുതിയിരിക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്, ഇതാണ് എൻ്റെ ഭർത്താവ്, നിങ്ങൾ എനിക്ക് മാനഹാനി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവർ ക്ഷുഭിതയായി സംസാരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഈ പാവപ്പെട്ട ആദിവാസി പെൺകുട്ടി, അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല, കോടതിയിൽ ഇത് എൻ്റെ എത്തി. അതോടുകൂടി കോടതി പിന്നെ കേസ് തള്ളുക മാത്രമല്ല എന്നെ ഒരുപാട് വിമർശിക്കുകയും ചെയ്തു. പക്ഷേ ജസ്റ്റിസ് സുകുമാരൻ ആയതുകൊണ്ട് കേരളത്തിലേക്ക് എനിക്കെതിരെ വേറെ നടപടികളൊന്നും എടുത്തില്ല. പകരം ഇനി കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞു. അന്നും എൻ്റെ മണിസാഹ് വിളിച്ചിട്ടോട് പറഞ്ഞു, ഇനി ഇത്രയും കൂടുതൽ ആവേശമൊന്നും കാണിക്കണ്ട, അല്പം ഒന്ന് കുറച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് അവിടെ ഈ പിൻകാലത്ത് വലിയ കുഴപ്പമുണ്ടാക്കിയ പഞ്ചാരക്കൊല്ലി വനം കൊള്ള, അത് ഞാൻ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പിന്നീട് CL തോമസ് എന്ന ദേശാഭിമാനി ലേഖന, ഞങ്ങൾ 2 പേരും കൂടെ പോയി, പ്രദീപ് മാനന്തവാടിയും കൂടെ ഉണ്ട്. അവൻ്റെ ഈ കൊച്ചു ക്യാമറ ഉണ്ടായിരുന്നു. അതിനകത്ത് പടമൊക്കെ എടുത്ത് ഈ പഞ്ചാരക്കൊല്ലി വനം കൊള്ള, ഭയങ്കര വനം കൊള്ളായിരുന്നു അത്. ഈ ആദിവാസികളെ മുമ്പിൽ നിർത്തിയിട്ട് അവർക്ക് ഭൂമി കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് അവർക്ക് പേരിൽ ഭൂമി കൊടുത്തതിന് ശേഷം ഈ തടി മുഴുവൻ, കോടിക്കണക്കിന് രൂപയുടെ തടി മുഴുവൻ വെട്ടിമാറ്റിയ കേസായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ മുഴുവൻ തടിയും വെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ പടമൊക്കെ എടുത്ത് ഭാഗത്ത് കൊടുത്തു. പിന്നെ എനിക്ക് ഒരുപാട് ഭീഷണി വന്നു, എൻ്റെ കൈ വെട്ടും കാല് വെട്ടും, അത് ചെയ്യും, എൻ്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി. അതൊക്കെ ഞാൻ പറഞ്ഞ് വെട്ട് കണക്ക് കുഴപ്പമില്ല, ഞാൻ ഇനി എഴുതുന്നു. അങ്ങനെ ആ സമയത്ത് അതൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അവിടെയൊക്കെ പറയില്ലായിരുന്നു.
അങ്ങനെയൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ അധികം ഒരുപാട് വാർത്തകൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും തന്ന ഒരു പത്രപ്രവർത്തന രംഗത്തുള്ള സമയമായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നത്. വയനാട്ടിൽ നിന്ന് പിന്നീട് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. കുറച്ച് അല്ല തിരുവനന്തപുരത്തല്ല, കോഴിക്കോട് വന്നു. പിന്നെ കോഴിക്കോട് നിന്ന് പിന്നീട് തിരുവനന്തപുരത്ത് വന്നു. ഡെസ്കിലും ഫീൽഡിലും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അത് കുറച്ച് പല സ്ഥലത്തും തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് 3 ഡെസ്കുകളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ദീർഘകാലം ഞാൻ പത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. രാവിലെ പോയിട്ട് വൈകുന്നത് വരെ നിന്നിട്ട് പത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന, അന്ന് ഡെസ്ക് ചീഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമൊന്നും കേരളത്തിൽ ഉരുത്തിരിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ രാവിലെ വന്നിട്ട് ഒരാൾ തന്നെ വൈകുന്നേരം ഇരുന്ന് എല്ലാം ചെയ്ത് പത്രങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് ഇറക്കിയിട്ട് ലാസ്റ്റ് പ്രിന്റ് എടുത്തിട്ട് പോരുന്നത്. അങ്ങനെ ഒരു 4-5 വർഷം ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഉള്ളത് പിന്നീട് ആലപ്പുഴയിൽ ചെല്ലുന്നതാണ്. ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയിൽ ഞാൻ ചെല്ലുമ്പോൾ നമ്മുടെ യദുകുലകുമാറായിരുന്നു ആലപ്പുഴയിലെ ലേഖകൻ. കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ട് ഒരു പഴക്കമുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ട്. പക്ഷെ യദു ആയിരുന്നു ലേഖകൻ. യദുവിന് പകരമാണ് ഞാൻ ആലപ്പുഴ എത്തുന്നത്. അത് ആലപ്പുഴ എഡിഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ആലപ്പുഴ ബോട്ട് ജെട്ടിയുടെ അവിടുത്തെ മുകളിലത്തെ നിലയിൽ ഒരു കൊച്ചു കെട്ടിടം. അവിടെ കുറേയധികം വാർത്തകൾ അവിടെ ചെയ്യാൻ പറ്റി. ആലപ്പുഴ എൻ്റെ ഒരു വലിയ മേഖലയായിരുന്നു. ദീർഘകാലം അവിടുത്തെ ജനങ്ങളുമായിട്ട് വളരെ ആകപ്പാടെ 4-5 പത്രക്കാർ മാത്രമേ ആലപ്പുഴയിൽ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും അറിയുകയും ചെയ്യും. നമുക്കും എല്ലാവരെയും അറിയാം, അവിടുത്തെ ജീവിതം അറിയാം. അവിടെ നിന്ന് നേരെ രാവിലെ ബോട്ട് കയറി പോയ കുട്ടനാടായി. കുട്ടനാട്ടിൽ അന്ന് ഈ ടൺ കണക്കിന് 30-35 ടൺ വിഷമാണ് എല്ലാ വർഷവും ഈ കീടനാശിനി അടിച്ച് വീഴും. അതിൻ്റെ പാരിസ്ഥിതികമായിട്ട് വളരെയധികം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ തണ്ണീർമുക്കം പണ്ട് വന്നതോടുകൂടി വെള്ളം കെട്ടിപ്പോവില്ല, ആളുകൾ മുഴുവൻ വിഷമാണ് കഴിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കുറേയധികം റിപ്പോർട്ടുകളും അതിൻ്റെ കൗതുക റിപ്പോർട്ടുകളും ഒക്കെ ആലപ്പുഴയിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവും. ആലപ്പുഴയിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്ന സമയത്താണ് തീരദേശ റെയിൽവേയുടെ പണി നടക്കുന്നത്. അപ്പോൾ തീരദേശ റെയിൽവേ എന്ന് നമ്മുടെ വെള്ളാപ്പള്ളിയാണ് തീരദേശ റെയിൽവേയുടെ കോൺട്രാക്ടർ. അപ്പോൾ അതിനെക്കുറിച്ചൊരു പരമ്പര ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ വെള്ളാപ്പള്ളിയെ ഞാൻ കണ്ടത്. അന്ന് വെള്ളാപ്പള്ളി SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റൊന്നും ആയിട്ടില്ല, അദ്ദേഹം കോൺട്രാക്ടർ മാത്രമാണ്. എന്നെ പുള്ളിയുടെ ഒരു മരുമനുണ്ടായിരുന്നു, ഒരു മുരളി എന്നു പറഞ്ഞിട്ട്. പുള്ളിയുടെ കാറിലും പുള്ളിയുടെ അന്ന് ഈ ബോട്ടിലൊക്കെ കൂടെ പോയാലേ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പുള്ളിയാണ് എന്നെ എല്ലായിടത്തും അറേഞ്ച് ചെയ്ത് പോവുകയൊക്കെ ചെയ്തത്. തീരദേശ റെയിൽവേയെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേരുന്നത് ആ സമയത്താണ്. ഈ ആലപ്പുഴയിൽ വെച്ച് എനിക്ക് ഈ പേഴ്സണലായിട്ടുള്ളൊരു നല്ലൊരു അനുഭവം ഉണ്ടായത്, അത് മറക്കാൻ കഴിയാത്തതാണ്. ആലപ്പുഴയിൽ വെച്ചാണ് എൻ്റെ കല്യാണം നടന്നത്. കല്യാണം അപ്പോൾ എൻ്റെ ഭാര്യ സുമ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ MPhilന് പഠിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ ആലപ്പുഴയിൽ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അവളെ വീണ്ടും തിരിച്ച് അവളുടെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട്, കാരണം പഠിക്കാൻ പോകണമല്ലോ, ആക്കിയിട്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പോയി. അന്ന് നമ്മുടെ ഈ ബോട്ട് കെട്ടിൽ നിന്ന് മാറിയിട്ട് എഡിഷൻ തുടങ്ങിയ സമയത്താണ്. ആലപ്പുഴ എഡിഷൻ തുടങ്ങുന്ന സമയത്താണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം ഞാൻ കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ച് കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസമായതേ ഉള്ളൂ. തിരിച്ച് കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ തിരിച്ച് ആലപ്പുഴ വരണം. അവിടുത്തെ സുഹൃത്തുക്കളുടെയൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങണം. അതിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ വെച്ചിട്ട് കല്യാണം കഴിച്ച് 4-5 ദിവസമായതേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് ശീമാട്ടിയിൽ നിന്ന് നല്ലൊരു ചുരിദാറൊക്കെ വാങ്ങിച്ച് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ അത് നന്നായിട്ട് പെർഫ്യൂമൊക്കെ ചെയ്ത് ആദ്യം എൻ്റെ മോഹനെ കൊണ്ടു കൊടുക്കാൻ. അപ്പോൾ കാത്തിരുന്ന് ഞാനിതൊക്കെ എന്നിട്ട് ആലപ്പുഴ ഓഫീസിൽ നിന്ന് ഇതെല്ലാം കൊണ്ട് ബാഗുമായിട്ട് നേരെ ഇറങ്ങി എൻ്റെ ലോഡ്ജിൽ വന്നിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ബിഫു ഓടിപ്പാഞ്ഞു വരുന്നു. ബിഫു പിന്നീട് ഹിന്ദുവിലെത്തിയ ബിഫു ഫോട്ടോഗ്രാഫർ. ചേട്ടാ പോകരുത്, മാവേലിക്കരയിൽ വലിയൊരു വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടുണ്ട്, ഒരു 10-12 പേര് മരിച്ചെന്നാണ് തോന്നുന്നത്, ഉടനെ പോകണമെന്ന് പറഞ്ഞു. അന്ന് ഈ ഫോണില്ലാത്തതുകൊണ്ട് ഫോൺ വിളിക്കാൻ പറ്റില്ല. ഞാൻ ബസ്സിൽ കയറുന്നതിന് മുമ്പ് എന്നെ ഓടിച്ചിട്ട് വിളിച്ചതാണ്. ഞാൻ ഇറങ്ങി ബസ്സിൽ കയറാൻ തുടങ്ങുന്നതാണ്. ഞാനിതൊക്കെ ബാഗ് കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് പിന്നീട് ഒരു കാറൊക്കെ എടുത്ത് നേരെ മാവേലിക്കര പോയി. മാവേലിക്കര ടൗണിന് നടുക്ക് ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായി.
വലിയ ഈ കരിമരുന്ന് നിറച്ചുകൊണ്ടിരുന്നിട്ട് ഇടിക്കുന്നതിനിടയിൽ തീ പിടിച്ച് 12 പേര് മരിച്ചു സ്പോട്ടിൽ. ഒരുപാട് പേർക്ക് പരിക്കുണ്ടായി. ഞാൻ ചെല്ലുമ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുക അപ്പോഴും സദ്യക്ക് കത്തി അങ്ങ് തീർന്ന് അപ്പോഴും കെട്ടിട്ടില്ല. ഈ കളിമൺ പ്രതിമകൾ കിടക്കുന്നത് പോലെ മനുഷ്യർ ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ നിൽക്കുന്ന പല്ല്. അത് ഭയങ്കരമായിട്ടുള്ള മാംസം കത്തിയ ദുർഗന്ധവും ആ പ്രദേശം മുഴുവൻ. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പത്മമാഹ ASP പത്മമാഹ അവിടെ ഉണ്ട്. പത്മമാഹനെ എനിക്ക് നല്ല പരിചയമാണ്. പത്മമാഹ അവിടെ തന്നെ ഇതിൻ്റെ വിവരങ്ങളെല്ലാം പോലീസുകാരെയൊക്കെ പറഞ്ഞ് എനിക്ക് ഏൽപ്പിച്ചു തന്നു. എല്ലാവരുടെയും പേര്, വിവരങ്ങൾ, മരിച്ചുപോയവർ, മറ്റു കാര്യങ്ങൾ, അറസ്റ്റ്, പിന്നെ ആശുപത്രിയിൽ പോയി, ഇതെല്ലാം കൂടെ. അപ്പോൾ സമയമില്ല, കാരണം ഞാൻ അപ്പോഴേ തന്നെ 6 മണിയായി. 7 മണി 8 മണിക്ക് മുമ്പ് നമുക്ക് തിരിച്ചു വന്നിട്ട് എല്ലാം എഴുതി കൊടുത്താലേ മറ്റെല്ലാ എഡിഷനും പോവുകയും വേണം. പിന്നെ ഉടനെ തന്നെ ഓടിപ്പഞ്ഞ് തിരിച്ചു വന്നു, ഇതെല്ലാം എഴുതി കൊടുത്തു. ഇടയ്ക്ക് എഴുതുന്നതിനിടയിൽ 2 കൈ കൊണ്ട് വെച്ച് എഴുതിയെന്ന് വേണം. അത്രയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ആലപ്പുഴയിൽ മൊത്തം പേജ് അതായിരുന്നു. മറ്റ് സ്ഥലങ്ങളിലേക്കും പോകണം, എഡിഷൻ പടങ്ങൾ പോകണം. അപ്പോൾ തിരുവനന്തപുരത്തേക്കാന്ന് പടം വേറെ കാറിൽ കൊടുത്തു വിട്ടു, ഡെവലപ്പ് ചെയ്ത്. അന്ന് വേറെ അത് മാർഗമില്ല. അങ്ങനെ കാറിൽ തിരുവനന്തപുരത്തേക്ക് കൊടുത്തു വിട്ടു, വാർത്തയൊക്കെ എഴുതി. ഇടയ്ക്ക് ഒരു 9-10 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു ചായ കുടിക്കാൻ നോക്കുമ്പോഴേ ചായയിൽ ഈ മനുഷ്യ മാംസത്തിൻ്റെ ഗന്ധം എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. കയ്യിലും ഉടുപ്പിലും മുഴുവൻ ഈ പുകയും ഇത് ഗന്ധമാണ്. അതൊക്കെ കഴിഞ്ഞ് രാത്രി എപ്പോഴോ ഞാൻ ചെന്ന് കിടന്നു. പിറ്റേ ദിവസം പിന്നീടും പോകണം. 4 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആലപ്പുഴയിൽ പോകുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ ഭാര്യ ഇവിടെ കാത്തു നിന്ന് രാത്രി മുഴുവൻ കാത്തു നിന്നൊക്കെ പറ്റിയില്ല. പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു കാര്യം ചെയ്തു. തിരുവനന്തപുരത്ത് ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടൊരു പ്യൂണിനെ കൊണ്ട്, അന്ന് ഫോണില്ലല്ലോ, മൊബൈലും ഇല്ല, പ്യൂണിനെ കൊണ്ട് പറഞ്ഞ് ഇനി ഞാൻ 2 ദിവസം കഴിച്ചിട്ടേ വരുള്ളൂ. ആദ്യത്തെ യാത്ര കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ ആകെ കുഴപ്പമായി. കാരണം എൻ്റെ മാമൻ്റെ വീട്ടിലുള്ള വിരുന്ന്, ബാക്കിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര, ഇതെല്ലാം കുളമായി ആദ്യത്തെ ദിവസം തന്നെ. പക്ഷെ അവർക്ക് ആദ്യം അല്പം പരിഭവം ഉണ്ടായെങ്കിലും പിന്നീട് മനസ്സിലായി കാര്യങ്ങൾ. പിന്നെ അവളുടെ സഹോദരൻ തന്നെ മനോരമ ലേഖകനായി, അവളുടെ നാത്തൂന് ഏഷ്യാനെറ്റിൻ്റെ എഡിറ്ററായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ഇപ്പോൾ അറിയാം എന്താ സംഭവിക്കുന്നത് വെച്ച്. അങ്ങനെ ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ മാവേലിക്കര വെടിക്കെട്ട് അപകടം. അന്നത്തെ ഏറ്റവും നല്ല സുഖകരമായിട്ടുള്ള ബന്ധം തകഴിച്ചേട്ടനായിട്ടാണ്. തകഴിച്ചേട്ടൻ ഭയങ്കര പിശുക്കനാണെങ്കിലും നമുക്ക് നന്നായിട്ട് നല്ല ഭക്ഷണം, കാത്തച്ചേച്ചി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തകഴീന് കണ്ണൊക്കെ കുടിക്കാം. പിന്നെ ചേട്ടനായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു, ഒരു വളരെ അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ ഭാര്യയൊക്കെ വിളിച്ചു വരുത്തി അവർ മറ്റേ അമ്പലപ്പുഴ അവിടെ നിന്ന് ഒരു പായസമൊക്കെ വരുത്തി നല്ല വിഭവ സമൂഹമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തകഴിച്ചേട്ടനെ കാണാൻ പോകുമെന്ന് വെച്ചാൽ വാർത്തയ്ക്ക് വേണ്ടി അല്ലാതെ എല്ലപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ വാർത്ത ഉറപ്പാ. എന്തെങ്കിലും ചേട്ടൻ എന്തെങ്കിലും പറയും, അന്നത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും പറയും, അത് വാർത്ത കൊടുക്കും. ഞാൻ തന്നെയാണ് പടം എടുക്കുന്നത്. ചേട്ടനുമായിട്ട് വളരെ എളുപ്പമായിരുന്നു. ചേട്ടനെക്കുറിച്ച് പറയുമ്പോൾ, തകഴിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ ചേട്ടന് ഭയങ്കരമായിട്ടൊരു അസുഖം ഉണ്ടായി, അങ്ങ് ചത്തുപോകുമെന്നുള്ളൊരവസ്ഥയെത്തി, ചുരുണ്ട് കൂടി കിടക്കുക. അപ്പോൾ എന്നോട് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ആളയച്ചു. അപ്പോൾ ഞാനൊരു സന്ധ്യയ്ക്കാണ് ഞാൻ ചെല്ലുമ്പോൾ തകഴിച്ചേട്ടൻ വീട്ടിൽ തിരിഞ്ഞ് കിടക്കുക, ഇങ്ങനെ ചുരുണ്ട് കൂടിയ ഒരു കൊഞ്ചു പോലെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പവനാണ്. അപ്പോൾ നീ വന്നോ എന്ന് പറഞ്ഞിട്ട് അല്പം തിരിഞ്ഞു പറഞ്ഞു. എന്നിട്ട് അന്ന് അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. TK രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പത്രത്തിലൊരു കാര്യം എഴുതണം. ഇവരെന്നെ എന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഞാൻ ചത്തുപോയതിന് ശേഷം എന്നെ ഷോക്കേസിൽ വെക്കാനാണോ? ഇപ്പോഴല്ലേ വരെ എനിക്ക് ചികിത്സ എന്തെങ്കിലും തരേണ്ടത്? ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് നീ പത്രത്തിൽ എഴുതണം. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഞാൻ എഴുതണോ? അപ്പോൾ ഇത് എഴുതണം, ഇവരെന്നെ എന്തിനാ ചെയ്യുന്നത് പറഞ്ഞ് ചേട്ടൻ കുറേ പരിഭവമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നേരെ ആലപ്പുഴ വന്നിട്ട് എനിക്കിത് പത്രത്തിൽ എഴുതാനങ്ങ് തോന്നുന്നില്ല. ഞാൻ നമ്മുടെ ജയേന്ദ്ര സാറിനെ, കലാമതിയുടെ ജയേന്ദ്ര സാറിനെ വിളിച്ചു ചോദിച്ചു, സാറേ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എഴുതണോ വേണ്ടതെന്ന് ചോദിച്ചു. ജയേന്ദ്ര സാർ പറഞ്ഞു, എഴുതണ്ട, ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ അല്പം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന്. അപ്പോൾ സാറ് നേരെ TK രാമകൃഷ്ണനെ വിളിച്ചു, മന്ത്രിയെ വിളിച്ചു, ഇങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ ഞങ്ങളില്ലെങ്കിൽ വാർത്ത എഴുതും,
എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ടീച്ചർ പറഞ്ഞു ഭാഗത്ത് നിന്ന് എഴുതണ്ട, ഞാൻ ചെയ്തോളാം. അന്ന് പിറ്റേ ദിവസം തന്നെ ഡോക്ടർമാരെത്തി തകഴി ചേട്ടനെ പ്രത്യേക ചികിത്സയൊക്കെ കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന് അപ്പം രക്ഷപ്പെട്ടു. പിന്നെ രക്ഷപ്പെട്ട അദ്ദേഹം വടിയൊക്കെ കുത്തിയിരിക്കുന്നു. അദ്ദേഹത്തോട് കൂടെ ഇരിക്കുന്ന പടമൊക്കെ ഞാൻ പിന്നീട് എടുത്തിരുന്നു, ഞാൻ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാ വാർത്തയും ഇന്നത്തെ പത്രക്കാരെ പോലെ അല്ല നമ്മുടെ തലമുറയിലുള്ള പഴയ പത്രക്കാർ. ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിനകത്തൊരു വീണ്ടും വിചാരം കൂടെ ഉണ്ട്, നമുക്കത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. അതാണ് എനിക്ക് പിൽക്കാലത്തും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതാണ്. രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഞാൻ പിന്നീട് ദീർഘകാലം കേരളോദയയുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ ലേഖനായിരുന്നു, പൊളിറ്റിക്കൽ എഡിറ്ററായിരുന്നു. പക്ഷേ അന്ന് ലീഡറും ആയിരുന്നാലും വി.എസ്. അച്യുതാനന്ദനായിരുന്നാലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആയിരുന്നാലും അല്ലെങ്കിൽ എ.കെ. ആയിരുന്നാലും എന്നോട് വളരെ തുറന്നാണ് സംസാരിക്കുന്നത്. തുറന്ന് സംസാരിക്കുന്നത് വെച്ചാൽ അവരെ ഞാൻ ഒരിക്കലും അപകടപ്പെടുത്തും എന്ന് അവർക്ക് തോന്നില്ല. അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ, ഇത് കൊടുക്കാമോ കൊടുക്കണ്ടേ എന്നുള്ളത്. പക്ഷേ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമായിരിക്കും. അത് വെച്ചിട്ട് എനിക്ക് വേറെ പലതും എഴുതാൻ പറ്റും. ഇവരെ കോട്ട് ചെയ്ത് അവരെ കൊടുക്കുന്ന പരിപാടി അത് ഇന്ന് പലരും കാണുന്നുണ്ട്. അത് ചെയ്തിട്ടില്ല. അത് അന്ന് ഇദ്ദേഹത്തിൻ്റെ തകഴിച്ചേട്ടൻ്റെ കാര്യത്തിലും അതാണ്. എനിക്ക് നേരിട്ട് വന്ന് വാർത്ത എഴുതി കൊടുക്കാമായിരുന്നു, അതൊരു വലിയ വാർത്തയായിട്ട് വരുമായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല പ്രയോജനം, നമുക്കത് ഇത് ആയിരുന്നു. പിന്നെ തകഴിച്ചേട്ടനായിട്ട് വേറെയും ഒരുപാട് ദീർഘകാലത്തെ ബന്ധമുണ്ടായിരുന്നു. ചേട്ടൻ മരിക്കുമ്പോഴും ഞാനായിരുന്നു ആലപ്പുഴയുടെ ന്യൂസ് എഡിറ്റർ. അന്ന് കലവൂർ രവികുമാറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് നോക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 3-3:30 കഴിഞ്ഞിട്ട് നമ്മൾ ആണ് ചേട്ടൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് പത്രം ഇറക്കുന്നത്. അപ്പം നമുക്ക് നേരിട്ട് അവിടെ വിളിച്ചിട്ട് ചേട്ടൻ മരിച്ചുപോയോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ 3 മണിക്ക്. അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ തകഴിച്ചേട്ടൻ്റെ മരുമോനുണ്ട്, അദ്ദേഹമാണ് നമ്മുടെ കോണ്ടാക്ട്. അപ്പോൾ പുള്ളിയെ വിളിച്ച് ചോദിക്കും വെളുപ്പിന് 3 മണിക്ക്, ചേട്ടൻ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. അപ്പം ചേട്ടൻ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഉറങ്ങുക, അപ്പം മരിച്ചുപോയില്ല എന്നുള്ളത് അറിയാൻ ചേട്ടൻ ഉറങ്ങുകയാണെന്ന് പറയും. ശരി, അപ്പം എല്ലാം അടച്ചു പൂട്ടി നമ്മൾ വെച്ചിട്ട് പറയും. അങ്ങനെയായിരുന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് രവികുമാർ അത് പിന്നീട് സിനിമ ആക്കുകയും ചെയ്തു. കലവൂർ രവികുമാർ ഈ ചേട്ടൻ്റെ മരണം പിന്നീട് സിനിമയാക്കി. രവിയായിരുന്നു അത് നോക്കിയിരുന്നത്. അതായിരുന്നു ചേട്ടനായിട്ടുള്ള ഇത്. ആലപ്പുഴയിൽ നിന്ന് പിന്നെ തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ വന്നു. തൃശ്ശൂരല്ലേ നമ്മുടെ സ്ഥലം. ഇത് പിന്നെ 4-5 വർഷം തൃശ്ശൂരായിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് തൃശ്ശൂർ ഒരു ഓഡിറ്ററായിട്ട് ജോലി കിട്ടി. അങ്ങനെ അവൾ അവിടെ വന്നപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ ഞാനും അവിടെ വന്നു. അന്ന് മുരുകനായിരുന്നല്ലോ അവിടുത്തെ ലേഖൻ. മുരുകനെ എനിക്ക് ഒഴിഞ്ഞു തന്നു തൃശ്ശൂർ. അങ്ങനെ ഞാൻ അവിടെ ലേഖനായി കുറേ കാലം തൃശ്ശൂരുണ്ടായിരുന്നു, ദീർഘകാലം, ഒരു 4-5 വർഷം. പൂരം എന്തോ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൂരമുണ്ട്, പിന്നെ അവിടുത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ വെച്ച് ആണ് നമ്മുടെ നവാബ് രാജേന്ദ്രനുമായിട്ടുള്ള ആ ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഏറ്റവും എനിക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. നവാബിൻ്റെ നല്ല ബന്ധമായിരുന്നു. നവാബ് നല്ല ജേർണലിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ കോടതിയിൽ ഒരു കേസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ വിധി വന്നാൽ തെറ്റായിരുന്നാലും ശരിയായിരുന്നാലും പുള്ളി നല്ല റിപ്പോർട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈശ്വരവിശ്വാസി അല്ലാത്ത പവനൻ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. കാരണം അവിടെ ഈശ്വരവിശ്വാസിയായ പവനൻ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. കാരണം മറ്റേ യുക്തിവാദിയായിട്ടുള്ള പവനൻ അവിടെ ഉണ്ടല്ലോ ആ സമയത്ത്. സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ട് പവനൻ അവിടെ ഉണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഇത് തെറ്റുകയും ചെയ്യുമായിരുന്നു. അപ്പം ഈ നവാബ് രാജേന്ദ്രനും ആയിട്ട് അല്ലാതെ തന്നെ ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. ഈ പല വാർത്തകളുടെ കാര്യത്തിലും കേസിൻ്റെ കാര്യത്തിലും മെറ്റീരിയലൊക്കെ ചിലപ്പോൾ ഞാൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒന്നിച്ച് നടന്നിട്ടുണ്ട്. ഇതാണ് നവാബിൻ്റെ കാര്യത്തിൽ പിന്നീടുണ്ടായത്. ആ അവസാനം ഉണ്ടായതും കൂടെ ചിലപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയേണ്ടി വരും. കാരണം ഞാൻ അവസാനം തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് നവാബ് അസുഖബാധിതനായിട്ട് തിരുവനന്തപുരത്ത് വരുന്നത്. വായ്ക്കകത്ത് ക്യാൻസറായിരുന്നു, ഈ പല്ലിൻ്റെ ഇടയിലെന്തോ ക്യാൻസർ വന്നിട്ട്. അപ്പോൾ RCCയിൽ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നവാബിൻ്റെ ലോക്കൽ ഗാർഡിയനായിട്ട് എൻ്റെ പേരാണ് വെച്ചിരുന്നത്. അങ്ങനെ ഞാനാണ് RCC കൊണ്ടുപോയിട്ട് ലോക്കൽ ഗാർഡിയൻ എന്ന് വന്നിട്ട് അഡ്മിറ്റായത്. അപ്പോൾ ഈ വായ്ക്കകത്ത് പല്ലിൻ്റെ അറ്റത്ത് നിന്ന് ഭയങ്കരമായിട്ട് രക്തമൊക്കെ വന്നിട്ടാണ്. കാരണം ഒരു പല്ല് ഇളകിയിട്ട് അവിടുത്തെ ഒരു ദന്ത ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ആ പല്ലെടുക്കാൻ നോക്കി. അയാളത് വലിച്ചെടുത്തു. അത് പല്ലായിരുന്നില്ല, എല്ലായിരുന്നു.
എല്ല് വലിച്ച് കുറേ നേരം അതിൽ കുസ്തി കൂടി വയറൊക്കെ ആകെ കുഴപ്പമായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നവാബ് എന്നെ ഒരു ദിവസം വിളിച്ച് എനിക്ക് രഹസ്യമായിട്ട് കുറച്ച് സിഗരറ്റ് ഒപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. RCCക്കകത്ത് സിഗരറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ഒരു പിടി പൈസയും കൂടെ എൻ്റെ കയ്യിൽ വെച്ചു, അതും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പൈസ ഒന്നും വേണ്ട, ഞാൻ സിഗരറ്റ് എത്തിച്ചേരാമെന്ന് പറഞ്ഞു. ഞാനൊരു 3 സിഗരറ്റ് ഒരു കൂട്ടിനകത്തിട്ട് കൊണ്ടു കൊടുത്തു. അത് RCCക്കകത്ത് കയറിയിട്ട് പുള്ളി മറ്റേ ഇതിനകത്തിരുന്ന് വലിക്കും. 3 തുറന്നപ്പം പുള്ളി ഞെട്ടിപ്പോയി. 3 അല്ല 10 പ്രതീക്ഷിച്ചത്, അവിടെ 3 കിട്ടിയുള്ളൂ. അപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ എന്നോട് ഇനി എന്നെ കാണാൻ വരരുത്, ആയിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുന്നു. പിന്നെ നവാബ് ഇവിടെ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. നവാബിന് ഗോയങ്ക അവാർഡ് കിട്ടുന്നത് ആലപ്പുഴയിൽ ഞാൻ ഉള്ളപ്പോഴാണ്. അന്ന് പിന്നെ അവിടെ ഇതൊക്കെ പുള്ളിയുടെ ഇത് ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തു. പിന്നീട് നവാബുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആലപ്പുഴയിൽ ഫാദർ വടക്കനുമായിട്ടുള്ള ബന്ധമുണ്ട്. വടക്കനുമായിട്ട് നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. മരിക്കുന്ന അവസാന സമയത്താണ്. അദ്ദേഹം വലിയൊരു തെങ്ങും തോപ്പിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് അവിടെ താമസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ പഴയ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയും പിന്നെ പുതിയ വാർത്തകൾ ഉണ്ടാക്കും. അദ്ദേഹത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. പിന്നീട് തൃശ്ശൂർ ഒരു പ്രത്യേക സ്ഥലമായിരുന്നില്ലേ. അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡല്ലല്ലോ അവിടെ വൈദ്യുതി കൊടുക്കുന്നത്. കേരളത്തിലെ പ്രത്യേകതരം മനുഷ്യരാണ് അവിടെ ഉള്ളത്. അവിടെ മുനിസിപ്പാലിറ്റിയാണ്, ഇപ്പോഴും മുനിസിപ്പാലിറ്റിയാണ് അവിടെ വൈദ്യുതി വിതരണം. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയാണ് ജലവിതരണവും നടത്തുന്നത്. പിന്നെ ലീഡറുമായിട്ടുള്ള അടുപ്പം ആയിരുന്നു എനിക്ക് ഏറ്റവും അറിയാവുന്നുള്ള ഒരു സ്ഥലം. അറിയാവുന്നുള്ളതല്ല, എനിക്ക് മനസ്സിലിങ്ങനെ കത്തി നിൽക്കുന്നതാണ്. ലീഡർ എല്ലാ മാസം 1-ാം തീയതി ലീഡർ ഗുരുവായൂർ തൊഴാൻ വരും. തൊഴാൻ വന്നതിന് ശേഷം നേരെ രാമനിലയത്തിൽ 1-ാം നമ്പർ മുറിയാണ് അദ്ദേഹത്തിൻ്റെ. അത് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് 1-ാം നമ്പർ മുറിയിൽ. അതൊരു വരവുണ്ട്, തിരിച്ച് ഇത് തൊഴുതിട്ടൊരു വരവുണ്ട്. പുള്ളി ഇത് നേരിയതൊക്കെ കൊടുത്ത് പിന്നെ അപ്പുറത്തും ഇപ്പുറത്ത് SP-യും പിന്നീട് കളക്ടറും ഇവരപ്പുറത്തും ഇപ്പുറത്തും ഒരു 4-5 വാഹനങ്ങളും എല്ലാം കൂടെയൊക്കെ ആയിട്ട് എന്നിട്ട് 1-ാം നമ്പർ മുറിയിൽ വരുമ്പോഴത്തേക്ക് അവിടെ ജനപ്രളയമാണ്. കാരണം ഈ തലേ ദിവസമേ ഇദ്ദേഹം അന്ന് അവിടെ എത്തുമെന്നുള്ളതുകൊണ്ട് തലേ ദിവസമേ ആളുകളെല്ലാവരും അവിടെ വരും. ഈ കാര്യം സാധിക്കാനുള്ള ആളുകളും എല്ലാവരും അദ്ദേഹത്തെ കാണുന്നു. വന്ന് രാമനിലയത്തിൽ എല്ലായിടത്തും തമ്പടിച്ചിട്ട് വരുമ്പോൾ ഭയങ്കര ആളാണ്. അപ്പം ഞങ്ങൾക്ക് പത്രക്കാർക്ക് പ്രത്യേക കൺസിഡറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ മുമ്പേ ചെന്നിരിക്കും, അവിടെ ഇരിക്കും. അപ്പം ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴേ ഓരോരുത്തരും വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് ഈ 1-ാം തീയതി ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം കണ്ടുവരുന്നവർ എന്ത് പറഞ്ഞാലും അത് ലീഡർ സാധിച്ചു കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വരും. പക്ഷെ ലീഡർ അങ്ങനെയൊന്നുമില്ല. ലീഡർ ആരാമാണ്, അദ്ദേഹം ആവശ്യമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ലീഡറുമായിട്ടുള്ള ബന്ധങ്ങൾ പിന്നെ മുഴുവൻ അവിടെ ഉണ്ടായത് തൃശ്ശൂർ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒന്നുമല്ലാതെ അവിടെ വരുന്നത്. മുരളി മന്ദിരത്തിൽ അദ്ദേഹത്തിൻ്റെ താമസം. ആ സമയത്തൊക്കെ മിക്കവാറും എല്ലാ ദിവസവും അദ്ദേഹമായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ കേന്ദ്രത്തിൽ അദ്ദേഹം വ്യവസായ വകുപ്പ് ക്യാബിനറ്റ് റാങ്കോടുകൂടി വ്യവസായ വകുപ്പ് മന്ത്രിയായി. ആ സമയത്ത് അദ്ദേഹത്തെ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്, മുഴുവൻ സമയത്ത് വളരെ വിശദമായിട്ട്. പിന്നെ ഇൻ്റർവ്യൂ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ്, പിന്നെ അദ്ദേഹത്തിന് പിന്നെ പാർട്ടിയിൽ നിന്ന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എന്തോ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിവാദം. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലീഡറുമായിട്ടും മുരളീധരനുമായിട്ടൊക്കെ അടുപ്പം ഉണ്ടാവുന്നതൊക്കെ ആ സമയത്തായിരുന്നു. ലീഡറുടെ കുടുംബമായിട്ടും ഒക്കെ ഉണ്ടാകുന്നത്. അത് പിന്നെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷവും ലീഡറിൻ്റെ അവസാന സമയത്തും ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ കല്യാണി മന്ദിരത്തിൽ, അവിടെ ക്ലിഫ് ഹൗസിൻ്റെ അപ്പുറത്തെ അവിടെ പിന്നീട് അവസാന സമയത്ത് ലീഡർ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ആളും ആരോ ഒന്നുമില്ല. ഇടയ്ക്ക് ചെല്ലുമ്പോൾ 2-3 പഴയ പോലീസുകാരുടെ നേരത്തെ ഏർപ്പാട് ചെയ്തിട്ടുള്ള പോലീസുകാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ ലീഡർ TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു ദിവസം വൈകിട്ട് വന്നപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനെന്തോ ഒരു പ്രതികരണം എടുക്കാൻ വേണ്ടിയാണ് ചെന്നത്. എന്നെ പിടിച്ചിരുത്തിയിരുന്നു. നോക്കി സന്ധ്യ വിളക്ക് അതോടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അത് അവതയിലെ ഒരു സീരിയൽ. ലീഡർ അങ്ങനെ പിന്നെ ഈ അറിഞ്ഞുകൂടാത്ത ലീഡർ ടെസ്റ്റ് ക്രിക്കറ്റ് 3 ദിവസം എടുത്ത് കാണുമായിരുന്നു എന്നെ കൂടെ ഒക്കെ പിടിച്ചിരുത്തിയിട്ട്. അവസാനത്തെ സമയത്ത് പിന്നെ പിന്നീട് ലീഡർ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവില്ല.
ശബ്ദമൊക്കെ പോയിട്ടേ അവസാനം വരെ ഞാൻ ഞാനും ഇടയ്ക്ക് സുജിത്തും എൻ്റെ കൂടെ ഉണ്ടാവും. പല ദിവസങ്ങളിലും ചെന്നിരിക്കും, ഉച്ചവരെയൊക്കെ ഇരുന്നിട്ടാണ് പോരുന്നത് ആ സമയം. ആ രണ്ടവസ്ഥകൾ ഭയങ്കര പ്രതാപശാലിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥയും കണ്ടു, അതേപോലെ തന്നെ വളരെ അവസാനം ആരും ഇല്ലാത്തൊരവസ്ഥയും കണ്ടു. എന്നോട് പറഞ്ഞു, എൻ്റെ മോനില്ല മോളില്ല, ഇവിടെ ആകപ്പാടെ കുറച്ച് ഈ പോലീസുകാർ മാത്രമേ ഉള്ളൂ, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് പോലും ഒരിക്കൽ എന്നോട് ചോദിച്ചു. വളരെ പേഴ്സണലായിട്ടുള്ള അടുപ്പം, അത്രയും അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ അവിടുത്തെ ആ ചികിത്സയൊക്കെ കഴിഞ്ഞെത്തുമ്പോഴൊക്കെ പിന്നെ ഞാനുണ്ടായിരുന്നു. ഞാൻ മണിസാഹറിനെയും ഞാനുമായിട്ട് സാഹനെയും കൊണ്ട് ഞാൻ ഒരിക്കൽ പോയിരുന്നു. അങ്ങനെ വളരെ അദ്ദേഹത്തിൻ്റെ എന്നെ വിളിക്കുമായിരുന്നു ഇടയ്ക്ക്. എനിക്ക് KC മറ്റേ പ്രസ് ക്ലബിൽ നിന്ന് രാഷ്ട്രീയ ലേഖനമായിട്ടുള്ള KC സെബാസ്റ്റ്യൻ അവാർഡ് കിട്ടിയപ്പോൾ ലീഡർ നേരിട്ട് വിളിച്ചു. ഞാനന്ന് ലീഡറുമായിട്ട് അത്രയും അടുപ്പമില്ലായിരുന്നു. കർണാടന എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇതാരെന്ന് മനസ്സിലായില്ല. പിന്നീട് ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങോട്ട് വരാം, എന്നെ വിളിച്ചതിന് വലിയ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷെ പിന്നീട് വിളിച്ച് പുള്ളിക്ക് ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുകയും അങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ ലേഖനായിട്ട് ഞാൻ വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ രാഷ്ട്രീയ ലേഖനാക്കുന്നത് ആയിട്ട് നിയമിക്കുന്നത്. ബാലേന്ദ്രനായിരുന്നു നേരത്തെ രാഷ്ട്രീയ ലേഖനം. ആ സമയത്ത് ഞാൻ ഡെസ്കിലായിരുന്നു. ശരിക്കും ഡെസ്കിൽ ഞാനൊരു പരമ്പരയല്ല, എല്ലാ ആഴ്ച അനിലൻ എന്ന പേരില് പ്രതിവാര ചിന്തകൾ എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി, രാഷ്ട്രീയ പൊളിറ്റിക്കൽ സറ്റയാണ്. അന്ന് ഒരുപാട് ശ്രദ്ധ ആകർഷിച്ചതായിരുന്നു. എല്ലാ ദിവസവും ഈ രാഷ്ട്രീയം വെച്ചിട്ട് അതിൻ്റെ മറുമുഖം വെച്ചിട്ട് തമാശയൊക്കെ ചേർത്തിട്ടൊരു സാധനം എല്ലാ ഞായറാഴ്ചകളിലും വരും. അത് പ്രതിവാര ചിന്തകൾ എന്നിട്ട് എല്ലാം വന്നു. അപ്പോൾ അത് അന്ന് വിശ്വാസമായിരുന്നു പ്രതിവാര ചിന്തകൾ. ഇങ്ങനെ നമുക്കൊരു പത്രത്തിലൊരു ഭയങ്കര സീരിയസ് ആയി പോകുന്നു, ലൈറ്റായിട്ടുള്ള ഒരു സറ്റയ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാറാണ് എന്നോട് നിർദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് നേരത്തെ ഞാൻ ഈ കളിയാക്കി എഴുതുന്നതിന് ഉള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ശരിക്കും ഞാൻ സംസാരിക്കുമ്പോഴൊന്നും തമാശ വരില്ലെങ്കിലും പക്ഷെ ഇതിനകത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ തമാശ വരും, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ആദ്യത്തെ ഇത് വായിച്ചപ്പോൾ ഇത് കേരളോദിയിൽ ഇതേപോലുള്ള സാധനങ്ങൾ നമുക്ക് അധികാരം കൊടുക്കാൻ പറ്റില്ല. കാരണം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മറ്റ് പല സ്ഥലത്തു നിന്നും വിളി വന്നിട്ട് നേതാക്കൾ അത് പൂട്ടിപ്പോകും. കാരണം നേരത്തെ പലപ്പോഴും അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സൂത്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം പവനൻ, ഇത് നേരെ മണിയുടെ കയ്യിൽ കൊടുക്കണം. പുള്ളി ഇത് ഹെഡിങ് ഇട്ട് തരട്ടെ, വായിച്ചിട്ട് ഹെഡിങ് ഇട്ട് തരട്ടെ, അപ്പം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടൊന്ന് പണിസാറിൻ്റെ കൈ കൊടുത്തു. സാറ് വായിച്ചിട്ട് കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 2 പാരഗ്രാഫ് കൂടെ എല്ലാത്തിലും എഴുതി ചേർക്കുന്നത് വെച്ചാൽ നെഞ്ചി കൊള്ളുന്ന പോലത്തെ സാധനങ്ങളാണ് എഴുതി ചേർക്കുന്നത്. ഭയങ്കരമായിട്ട് മോശയോടുകൂടി എഴുതി ചേർന്ന് ഹെഡിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം ഈ വയലാറിയോ അല്ലെങ്കിൽ സാറിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്നെ വിളിച്ച് പോകാൻ ചീത്ത പറയല്ല, പരിഭവം പറയും. ഇത് ആരാ എഴുതുന്നതാണ് അറിഞ്ഞൂടാ പണിസാ പറയുന്നത്, അതേതാ പിള്ളേർ പുതിയ പിള്ളേർ എഴുതുന്നതാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എഴുതിയതാ. അതങ്ങനെ അങ്ങ് പോയി. അത് കുറെ കാലം പോയപ്പോഴാണ് അപ്പോൾ പിന്നീട് മണിസാറിൻ്റെ തന്നെ നിർദ്ദേശം അനുസരിച്ച് അന്ന് ജോജോ ആയിരുന്നു എക്സിക്യൂട്ടീവ് എഡിറ്റർ. പുള്ളിയാണ് എന്നെ പൊളിറ്റിക്കൽ ലേഖനായിട്ട് നിയമിക്കുന്നത്. അങ്ങനെ ഞാൻ ഡെസ്കിൽ നിന്ന് ദീർഘകാലത്ത് കഴിഞ്ഞിട്ടാണ് ഡെസ്കിൽ നിന്ന് പിന്നീട് ബ്യൂറോയിലേക്ക് വരുന്നത്. അങ്ങനെ ബാലേന്ദ്രൻ അന്ന് ബ്യൂറോ ചീഫായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്കുണ്ടായത് ഇടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ എല്ലാവരെയും പിന്നെ നേരിട്ട് പോയി കണ്ട് വീണ്ടും പറയേണ്ടി വന്നു. നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമല്ല, ഒരു പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടൊക്കെ എനിക്ക് നല്ല അടുപ്പമായിരുന്നതുകൊണ്ട് അവർ എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ഞാൻ വളരെ അപ് ടു ഡേറ്റ് ആയിരുന്നു ഈ കാര്യത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ വന്നു എല്ലാ കാര്യങ്ങളും. അന്ന് VS അച്യുതാനന്ദൻ്റെ പിണറായി ഭയങ്കര പാരമ്യത്തിൽ നടക്കുന്ന സമയമാണ്. അപ്പോൾ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം കഴിയുമ്പോഴും പിന്നെ സംസ്ഥാന കമ്മിറ്റി കഴിയുമ്പോഴും അല്ലെങ്കിൽ PBA കഴിയുമ്പോഴും ഒക്കെ വിവരം കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് കിട്ടുന്നത് തന്നെ പലപ്പോഴും ഡിസ്റ്റോർഡറായിട്ടായിരിക്കും. അതിനിടയിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ പക്ഷേ എനിക്ക് കിട്ടിയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ VS-ൻ്റെയും അതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു കാര്യമുള്ളത്, കേരളോദിയിൽ പലതും നമുക്ക് വൈകിട്ടുള്ള എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വാർത്തകൾ, പൊളിറ്റിക്കൽ റിപ്പോർട്ടുകൾ പലതും. കാരണം വെച്ച് കഴിഞ്ഞാൽ
ആരെങ്കിലുമൊക്കെ അത് ഒബ്ജക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു അവിടെ. ഒരു പ്രത്യേകതരം അവസ്ഥയായിരുന്നു. പലരും പല ഗ്രൂപ്പുകളിലായിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് 9 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്കാണ് ഫയൽ ചെയ്യുന്നത്. അത് നേരെ അങ്ങ് പോകും. അടിച്ചു വന്നിട്ട് പിറ്റേ ദിവസമല്ലേ കാണുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു സൂത്രപ്പണിയും കൂടെ അതിനകത്ത് ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഏറ്റവും വിശ്വാസ്യതയ്ക്കായിരുന്നു കേരളത്തിൽ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. ഞാനും അതാണ് പലതവണ ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ്. അതുകൊണ്ട് മറ്റു പലരും കൊടുക്കുന്നത് നടക്കുമെന്ന് കൊടുക്കുമ്പോൾ ഞാൻ നടക്കില്ലെന്നോ അല്ലെങ്കിൽ നടക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ ലേഖനം എന്നുള്ള നിലയ്ക്ക് അല്പം നല്ല ഡെപ്തിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മണിസാറിനെ കുറിച്ച് ഞാൻ ഒരു 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 എൻ്റെ ഒരു അനുഭവം മാത്രം പറയാം. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്ത് നിന്ന് മനസ്സിലാവും. മണിസാറിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ്. അത്രയും വലിയൊരു എഡിറ്ററുമായിട്ട് ഒന്നിച്ച് കഴിയാൻ കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെയാണ് വിശ്വനാഥ് സാർ. അപ്പോൾ ആലപ്പുഴയിൽ ഞാൻ ലേഖകനായിരിക്കുന്ന സമയത്ത്, ലേഖനമല്ല ന്യൂസ് എഡിറ്ററായിരുന്ന സമയത്ത് ആണ് ഒരിക്കൽ, അപ്പോഴാണ് VM സുധീരൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നത്, ലോക്സഭയിലേക്ക് മത്സരിക്കുക, രണ്ടാമത്തെ മത്സരം. അന്ന് പിറ്റേ ദിവസം വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം, വോട്ടെടുപ്പിൻ്റെ അല്ല, പ്രചരണം അവസാനിച്ച ദിവസം വൈകുന്നേരമായപ്പോൾ അന്ന് ബ്യൂറോ ചീഫ് KK സുരേന്ദ്രനായിരുന്നു. KK സുരേന്ദ്രൻ നമ്മുടെ പഴയ ലേഖകൻ. KK സുരേന്ദ്രൻ്റെ കയ്യിൽ ഒരു വാർത്ത കൊണ്ടുവന്നിട്ട് പറഞ്ഞിരുന്നൊരു സമുദായ നേതാവിൻ്റെ മകൻ തന്ന വാർത്തയാണ്. ഇത് പത്രത്തിൽ അച്ചടിച്ചേ തീരുള്ളൂ, 1-ാം പേജിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ തിരുവനന്തപുരത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് VM സുധീരൻ്റെ ആളുകൾ കള്ളച്ചാരായം വിറ്റതിന് ഈ വോട്ട് പിടിക്കാൻ വേണ്ടി വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം കള്ളച്ചാരായം കൊടുത്തു. അത് അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് കേസായി, വലിയ കുഴപ്പമായിരിക്കുന്നു എന്നാണ് വാർത്ത. എന്നോട് പറഞ്ഞു ഇത് ഒരു സ്ഥിരീകരണവും ഇല്ല, ഇവർ വിളിച്ച് തന്നാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു. ഞാൻ തന്നു, വാങ്ങിച്ചു നോക്കിയിട്ട് ഞാൻ നേരെ ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ SIയെ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചപ്പോൾ SI പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ പലരും പറയുന്നുണ്ട്, ഞാൻ ആരെയും പിടിച്ചിട്ടില്ല, അങ്ങനെ ഒരു കേസും ഇല്ല, ഇവിടെ ഇല്ല, പക്ഷെ ആരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ഞാനും കേട്ടെന്ന് പറഞ്ഞു. ഞാൻ ആ വാർത്തയ്ക്കുന്നുള്ളിൽ കയറി കുട്ടയിലിട്ടു. പിറ്റേ ദിവസം രാവിലെ നേരം വിളിക്കുമ്പോൾ എന്നെ വിശ്വനാഥ് സാറെ വിളിച്ചുണർത്തിട്ട് പറഞ്ഞു ഇന്നലെ ഒരു വാർത്ത ആലപ്പുഴ സുധീരനെ സംബന്ധിക്കുന്ന ഒരു വാർത്ത എന്നിട്ട് എന്താ കൊടുക്കാത്തത്? ഞാൻ പറഞ്ഞു സാർ അത് കള്ളമായിരുന്നു, അതിനകത്ത് ഞാൻ വിളിച്ചപ്പോൾ അല്ല അത് പറഞ്ഞാൽ പറ്റില്ല, മണി വളരെ ക്ഷുഭിതനാണ്, പെട്ടെന്ന് തിരുവനന്തപുരത്ത് വന്ന് സാറിനെ കാണണം, വളരെ കുഴപ്പത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. അതിനിടയിൽ ഇദ്ദേഹം വിളിച്ചിട്ട് വലിയ കുഴപ്പത്തിലാക്കി വെച്ചിരിക്കുക. ഞാൻ വിചാരിച്ചിട്ട് ജോലി പോയതെന്ന് വിചാരിച്ചു, കാരണം എന്നെ അത്രയും ക്ഷുഭിതനായിട്ടൊന്നും വിളിച്ചിട്ടില്ല. ഞാൻ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള മട്ടിലാണ് ഞാൻ വരുന്നത്. തിരുവനന്തപുരത്ത് വന്ന് വരുമ്പോൾ വിശ്വാസ് സാറ് എന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ഉച്ചയ്ക്ക് 12:30 കഴിഞ്ഞു, വീട്ടിൽ പോകാതെ കാത്തിരിക്കുക. മണിസാർ അകത്ത് ഒരു മാനേജ്മെൻറ്റ് മീറ്റിംഗ് നടക്കുക. അപ്പം വിശ്വാസ് സാറ് പോയി മണിസാറിനെ മുറി കണ്ടു പറഞ്ഞു. അപ്പോൾ എന്നെ സാറ് ഇറങ്ങി വെളിയിൽ വന്നു. ഇതല്ല മുണ്ടക്കം എടുത്ത് കെട്ടി വന്നു. എന്നോട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇതാണ്, അത് സത്യസന്ധമായ വാർത്തയായിരുന്നു, ഞാൻ തന്നെ നേരിട്ട് വിളിച്ച് ചോദിച്ചതാണ്, അപ്പോൾ അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത് എന്ന് പറഞ്ഞു. സാർ ഒരു നിമിഷം നിന്നിട്ട് എൻ്റെ തോളിൽ പിടിച്ചിട്ട് എൻ്റെ കൈ പിടിച്ചൊന്ന് കുലുക്കി, വെൽ ഡൺ, അങ്ങനെയാണ് വേണ്ടത്, അതാണ് ചെയ്യേണ്ടത്, ഇതല്ലാതെ മറിച്ച് വാർത്ത കൊടുത്തിരുന്നെങ്കിൽ ഞാൻ പവനെ സസ്പെൻഡ് ചെയ്യുമായിരുന്നു. അതാണ് മണിസാർ. അപ്പോൾ അത്രയും പ്രഷറുണ്ടെങ്കിലും സാറിൻ്റെ മുകളിൽ അത്രയും പ്രഷർ ഉണ്ടായതുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് സാറിനെ വിളിച്ചത്. പക്ഷേ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അപ്പം തന്നെ മനസ്സിലായെന്ന് മാത്രമല്ല അതെന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് സാറിൻ്റെ ആ ഭാഷയെന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയേറിയ ഭാഷ. പിന്നെ വളരെ ഏത് കാര്യത്തിലും സാറിനെ ചെന്ന് കാണാം, സാറിനോട് ചോദിക്കാം, നല്ല ഉപദേശമല്ല, നമുക്ക് മാർഗം തെളിച്ചു തരും, നല്ല മൈൻഡ് വളരെ ഏത് വഴിക്കാണ് പോവേണ്ടതെന്നുള്ള തെളിച്ചു തരും. പിന്നെ സാറിനെ വെട്ടിച്ച് നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട്, അത് വേറൊരു വശം. അതേപോലെയാണ് വിശ്വാസ് സാർ നല്ല എഡിറ്ററായിരുന്നു, മർമ്മം കണ്ട എഡിറ്ററായിരുന്നു. പലപ്പോഴും വ്യക്തിപരമായിട്ട് എന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്ന ആണ്. രാത്രിയിൽ മുഴുവൻ ഇരുന്നിട്ട് ചെയ്യുമായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ വിശ്വാസ് സാറുമായിട്ട് ഉണ്ടായിരുന്നത്. വളരെ പിന്നീട് സാറിന് എന്നെ അവിടെ നിന്ന് പിന്നെ പോരേണ്ടി വന്നു.
രാഷ്ട്രീയത്തിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള നേതാക്കളിൽ ഏറ്റവും അടുപ്പമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയായിട്ടുള്ള അനുഭവം, വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വളരെ ദീർഘകാലത്തെ അടുപ്പമാണ്. അദ്ദേഹത്തിന് എന്നോട് വളരെ അടുത്ത വിശ്വാസം ഉണ്ടായിരുന്നു, എന്നെ വളരെ വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തോടും വളരെ അടുപ്പമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പലപ്പോഴും രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നു. അപ്പോൾ ഒരു പൂരത്തിൻ്റെ ആളാണ്. ഇന്നാണെങ്കിൽ ആ പ്രദേശത്ത് ആർക്കും എടുക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് ആർക്കും വീട്ടിനകത്ത് വീടുക്കണം നിറഞ്ഞു നിൽക്കും. നിറഞ്ഞു നിന്നിട്ട് ഉമ്മൻചാണ്ടി ആ ആൾക്കൂട്ടത്തിനോട് ഞെക്കി ഇറങ്ങി സ്വന്തം വീട്ടിനകത്ത് ഞെക്കി ഇറങ്ങി വെളിയിലേക്ക് വരും. അന്ന് ഞാൻ അവിടെ ചെന്ന് വേറെ എന്തെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും ആയിരിക്കും. അവിടെ ആണെങ്കിൽ അല്ലെങ്കിലും സെക്രട്ടേറിയറ്റ് ഓഫീസിലാണെങ്കിലും ഇതേ അവസ്ഥ തന്നെ, നിറയെ ആളാണ്. അപ്പം ഞാനൊന്ന് മാറി നിൽക്കും. അദ്ദേഹം പല നേതാക്കന്മാരുടെ അടുത്തൂടെ അല്ലെങ്കിൽ പരാതിക്കാരുടെ അടുത്തൂടെ മാറി 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 എൻ്റെ അടുത്ത് വരും. എന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കും. അത് ചെവിയിൽ പറഞ്ഞു കൊടുത്താൽ മതി. ശരി, ആ കാര്യം പറയും. അല്ലെങ്കിൽ അതെപ്പോഴെന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകളായിരിക്കും ചിലപ്പോൾ. ഞാൻ ചിലപ്പോൾ അന്ന് ഗണേഷ് കുമാർ പിന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോയി. അയാൾ ഇന്ന് മന്ത്രിയാകും, നാളെ മന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞ എല്ലാ മനോരമ എല്ലാത്തിലും വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു ദിവസം വൈകിട്ട് ഓഫീസിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് അദ്ദേഹം ഇങ്ങനെ കറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞ ഗണേശനെ എടുക്കുവോ? എവിടെ എടുക്കാം, എങ്ങനെ എടുക്കാൻ പറ്റും? അതൊരു കാരണവശാലും നടപ്പില്ല. എന്നിട്ട് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തന്നത്, പുള്ളി പുറത്ത് പറയാത്തത് എനിക്കും പുറത്ത് പറയാൻ കഴിയാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം എല്ലാവർക്കും ഊഹത്തിന് അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. എടുക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം ഞാൻ എല്ലാ പത്രങ്ങളും ഇദ്ദേഹത്തെ ഉടനെ എടുക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഗണേശന് മന്ത്രിസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് പോകുന്നത്. അങ്ങനെ വളരെ അടുപ്പം പലരെയും. ഇപ്പോൾ കെ മുരളീധരനെ കോൺഗ്രസ് ഒന്ന് സസ്പെൻഡ് ചെയ്ത ദിവസം അന്ന് രാത്രിയില്ല സസ്പെൻഷൻ. രാവിലെ വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഒരു നല്ല വാർത്തയുണ്ട്, ഇപ്പം തന്നെ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉറപ്പ് വരുന്നു, ഇന്ന് രാത്രി മുരളീധരനെ സസ്പെൻഡ് ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അടുപ്പമുണ്ടായി. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു നല്ലൊരു അനുഭവം കൂടെ ഉമ്മൻചാണ്ടിയുടേത് പറയാതെ പോകാൻ പറ്റില്ല. കാരണം എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു വാർത്തയുണ്ട്. അത് വയനാട്ടിലെ കാട്ടുകൾക്കകത്ത് കുറേ മനുഷ്യർ കുടുങ്ങിപ്പോയ ഒരു കഥയാണ്. വയനാട്ടിലെ ഉൾക്കാടുകൾക്കകത്ത് 2ാം ലോക മഹായുദ്ധ കാലത്ത് കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ ഈ വയനാടിൻ്റെ വനത്തിനകത്ത് നിറയെ വയലുകളുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉൾക്കാട്ടിൽ വയലുകളുണ്ട്. ഈ വയലുകളുടെ ചുറ്റും ഒരുപാട് ആളുകളെ കൊണ്ട് കുടിയിരുത്തി. അങ്ങനെ ഒരു 10-20,000-ഓളം ആളുകൾ വനത്തിനകത്ത് തന്നെ ഉണ്ട്. ഒരുപാട് ദൂരം സഞ്ചരിച്ചാലേ പറ്റുള്ളൂ. പക്ഷെ വനം പിന്നീട് ദേശവൽക്കരിച്ചപ്പോൾ ഈ വനം ഇവരുടെ സ്വന്തം സ്ഥലം അല്ലാതായിപ്പോയി. ഇവർ വനത്തിനകത്താണ് താമസിക്കുന്നതെങ്കിൽ അവർ അനധികൃതരാണ്. പാലസ്തീൻ ജനത പോലെയാണ്, സ്വന്തം സ്ഥലമാണ് പക്ഷെ സ്ഥലമില്ല. അങ്ങനത്തെ അവസ്ഥയായി. അവർക്ക് ഭക്ഷണം, വെള്ളം, പള്ളിക്കൂടമില്ല, പിന്നെ ആശുപത്രിയിൽ എല്ലാത്തിനും ഈ വന്യമൃഗങ്ങളുടെ ഇടയിൽ കൂടെ നാട്ടിൽ വരണം. അപ്പം ഇതിൻ്റെ വാർത്തയായിട്ട് തന്നെ വയനാട്ടിലെ ഇവർ പ്രകൃതി സംരക്ഷണ സമിതിക്കാരാണ് ആദ്യം വന്ന് ഇവനെ വിശദീകരിച്ചത്. അപ്പം ഞാനും ബാദുഷയും വയനാട്ടിലുള്ള സംഘവും കൂടെ ക്ലിഫ് ഹൗസിൽ പോയി മുഖ്യമന്ത്രിയെ കണ്ടു. ഇതെങ്ങനെയെങ്കിലും അപ്പോൾ പറയണം, ഭയങ്കര ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ട്, ആർക്കെ എന്നെ ഉന്തിത്തള്ളി ഉമ്മൻചാണ്ടിയുടെ ഉപ്പ കൊണ്ട് നിർത്തി തന്നു ഇയാളുടെ ഇടയിൽ കൂടെ. അപ്പോൾ പുള്ളി ഒരു കയ്യിൽ എഴുതുകയാണ്, മറു കയ്യിൽ എന്നോട് ഒന്ന് ചെവി പറയാൻ പറഞ്ഞു. ഞാൻ ചെവിയിൽ 2 സെന്റൻസ് പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എടുത്ത് നിർത്തിയിട്ട് എന്നോട് മുഖത്ത് ചോദിച്ചു, അങ്ങനെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമുണ്ട് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന്. 80 കോടിയോ 90 കോടിയോ രൂപയുടെ ഒരു വലിയ സ്കീമാണ്. ആ സ്കീം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചില ഉടക്കുകൾ കാരണം മുടങ്ങിക്കിടക്കുകയാണ്. അതാണ് പ്രധാന പ്രശ്നം. എന്നോട് പറഞ്ഞു, ഇവരാരെയും വിട്ടുകളയരുത്, ഇവരെല്ലാം കൊണ്ട് നേരെ സെക്രട്ടേറിയറ്റ് വരാൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വന്നു. പിന്നെ പുള്ളി അന്ന് എന്നെ യോഗം വിളിച്ചു. പിന്നെ പുള്ളി എന്നെ ഈ ഫയലും കൊണ്ട് അവിടെ പോയി ഇതൊക്കെ അയച്ചു. ആ ആളുകളെ പിന്നെ പുനരധിവസിപ്പിച്ചു. ഇതിനാണ് എനിക്ക് പിന്നീട് അവരെ പുറത്ത് അവർക്ക് സ്ഥലമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇതിനാണ് എനിക്ക് സംസ്ഥാനത്തിൻ്റെ 2 അവാർഡ് കിട്ടി. സ്റ്റേറ്റ് അവാർഡ് കിട്ടി, പട്ടികജാതി വകുപ്പിൻ്റെ അവാർഡ് കിട്ടി. 2 അവാർഡുകൾ കിട്ടി സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ ഉമ്മൻചാണ്ടി അത്രയും വലിയൊരു തിരക്കിനിടയിൽ നിൽക്കുമ്പോഴും ആ പ്രധാന പ്രശ്നം പറഞ്ഞാൽ, ആ തിരക്കിനിടയിൽ ചെവിയിൽ പറഞ്ഞാൽ 1 നിമിഷം കൊണ്ട് അദ്ദേഹം അത് അബ്സോർബ് ചെയ്തു. ഒറ്റ നിമിഷം കൊണ്ട് അബ്സോർബ് ചെയ്യുകയും അതിന്മേൽ നടപടി എടുക്കുകയും ചെയ്തു.
ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റായിരിക്കും നമ്മളോട് ആ ഒരു മിനിറ്റ് നമ്മളിലേക്ക് തന്നെ തരിക, നമ്മുടെ കണ്ണിൽ നോക്കി നമ്മളോടാണ് സംസാരിക്കുന്നത്. മറ്റു നേതാക്കന്മാരല്ല ഇങ്ങനെ സംസാരിക്കാൻ, അത് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെയല്ല, ആ ഒരു നിമിഷവും തരുന്ന ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടിയായിട്ട്. ദീർഘകാലത്തെ രാഷ്ട്രീയത്തിലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരിക്കുമ്പോൾ എനിക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, വരുന്ന കാര്യങ്ങൾ, എന്താണ് നടക്കുന്നതൊക്കെ വളരെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന അവസ്ഥയായിരുന്നു. വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. 2016 ആ ഇലക്ഷൻ്റെ തൊട്ട് സമയത്ത് അവസാനം എനിക്ക് ഈ ഇലക്ഷൻ സമയത്ത് എല്ലാ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ലേഖകനായിരിക്കുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്ഥലത്തുള്ള കീ കോൺടാക്സ്റ്റ് നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും പോയിട്ട് നേരിട്ട് ഞാൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഒരു ടീമുമായിട്ട് ഞാൻ പോയിട്ട്, കാർട്ടൂണിസ്റ്റും കൂടെ ഉണ്ടാവും, കാർട്ടൂണും വരയ്ക്കും, പടവും എല്ലാം കൂടെ എഴുതുന്നു. അങ്ങനെ ഞാൻ ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലാണ് വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ വന്നാൽ ഭയങ്കര തിരക്ക്, അവിടെ കാണാനൊന്നും പറ്റില്ല, അത്രയും തിരക്ക് ആളുടെ ഇടയിൽ. പക്ഷെ കണ്ട് സംസാരിച്ചു. അപ്പം പുള്ളിയുടെ കൂടെ ജീപ്പിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത്തവണ പോക്കാണല്ലോ എന്ന് ചോദിച്ചു. പുള്ളി ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു, ജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് കണക്കുകളൊക്കെ പറഞ്ഞേൽപ്പിച്ചു, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ആ സമയത്തുള്ള ഒരു ട്രെൻഡ്. ഞാൻ എല്ലായിടത്തും പോയിട്ട് വരികയല്ലേ, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി അത് സമ്മതിച്ചു തന്നില്ല. അന്ന് തിരിച്ച് ഇതിൽ ഹോട്ടലിൽ വരുമ്പോൾ വന്നു കഴിയുമ്പോൾ ഹോട്ടലിൻ്റെ മുകളിൽ നിലയിൽ എ.കെ. ആൻ്റണി ഉണ്ടായിരുന്നു. അപ്പം ഞാനും സുഹൃത്തും കൂടെ വെറുതെ ആൻ്റണിയെ പോയി കാണാൻ തൊട്ട് മുകളിലല്ലേ. അപ്പോൾ ആൻ്റണി ചോദിച്ചു, എങ്ങനെയാണ് ഇത്തവണത്തെ അവസ്ഥ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിണങ്ങുമോ? ഇല്ലല്ലോ, വേറെ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു, തോറ്റു പോകുമെന്ന് പറഞ്ഞു. UDF ആൻ്റണിയോട് പറഞ്ഞു. ആൻ്റണി എങ്ങനെയാണെന്ന് ചോദിച്ചു. അങ്ങനെ പോരല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞു, അതാണ് ജനവികാരം, ഇത്തവണ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വൈകിട്ട് എ.കെ. ആൻ്റണി കോട്ടയത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് വളരെ രാഷ്ട്രീയ ലേഖകൻ ഇന്ന് എന്നോട് പറഞ്ഞു, നമുക്ക് ഈ ഇത്തവണ തോൽവി ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ജാഗരൂകരായിരിക്കണം, നന്നായിട്ട് പ്രവർത്തിക്കണം എന്ന് പുള്ളി പ്രസംഗിക്കുകയും ചെയ്തു. ആൻ്റണിയായിട്ട് നല്ല ബന്ധമായിരുന്നു. ആൻ്റണിയായിട്ട് എനിക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ട്. എല്ലാം സാധാരണ സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുന്ന അതേ ബന്ധം ആൻ്റണിയായിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അല്ലാതെയും ഒക്കെ ഉണ്ടായിരുന്നു. ആൻ്റണിക്ക് പിന്നെ ഒരു തൃശ്ശൂർ വെച്ചിട്ട് ഞാൻ തൃശ്ശൂർ ചെല്ലുമ്പോൾ അവിടെ ഒരു എടുത്ത് വെച്ചിട്ട് ആൻ്റണിയെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞിട്ട്, പത്രസമ്മേളനമല്ല, എന്ത് ഫംഗ്ഷന് പോകുമ്പോഴാണ് ആൻ്റണി എന്നെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ ചെന്നിട്ട് ഞാൻ 2-3 ദിവസമായതുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ സാധാരണ എവിടെ വെച്ച് കാണുമ്പോൾ എന്നെ പെട്ടെന്ന് ഒന്ന് പിടിക്കുകയും ഭയങ്കരമായിട്ട് ഇവിടെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്ത്. ഇത് വേറെ ഒരു നേതാവ്, ഒരു കുട്ടി നേതാവ് അവിടെ കണ്ടോട്ട് അവൻ പിന്നെ എന്നെ വിടില്ല. അടുത്ത പ്രാവശ്യം ഒരു സീറ്റ്, ഇത്രയും ആൻ്റണിയായിട്ട് ഇത്രയും അടുപ്പമല്ലേ, അടുത്ത പ്രാവശ്യം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചേർ. ആൻ്റണിയായിട്ട് ആൻ്റണി VS അച്യുതാനന്ദൻ BS-ഉമായിട്ട് ശരിക്കും ആലപ്പുഴയിൽ വെച്ചാൽ ആദ്യം ബന്ധം ഉണ്ടാകുന്നത്. നല്ല ബന്ധമായിരുന്നു ആലപ്പുഴയിൽ വെച്ച്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് തന്നെ ഞാൻ പല വാർത്തകളും എഴുതുകയും കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നെ പലപ്പോഴും രാത്രിയിൽ വന്ന് വിളിച്ചിട്ട്, അദ്ദേഹത്തെ വണ്ടി അയച്ച് വിളിച്ചിട്ട് ചില പ്രസ്താവനകൾ എഴുതുന്നതിന് വേണ്ടി, പത്രത്തിൽ കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ രാത്രിയിൽ വന്ന് വിളിച്ചിട്ട് കൊണ്ടുപോകുമായിരുന്നു. ദിവസമായിട്ട് പിന്നെ വീട്ടിലും നല്ല അടുപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ബന്ധപ്പെടുന്നത്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കും, തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവായിരിക്കും. ദീർഘകാലം അദ്ദേഹത്തുമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇടയ്ക്കൊരു പുള്ളി എന്നെ ഒരു വാർത്ത എഴുതണമെന്ന് ഏൽപ്പിച്ചു. പക്ഷെ അത് അദ്ദേഹത്തിന് അത് ചില രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നു. അത് പക്ഷേ എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേരിലൊരു നീരസം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഇടയ്ക്ക് കുറച്ചു കാലം അകന്നിരിക്കുകയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയായി കഴിഞ്ഞതിന് ശേഷവും പ്രതിപക്ഷ നേതാവുന്ന സമയത്തുമാണ് EVS-ആയിട്ട് പിന്നീട് വലിയ അടുപ്പമുണ്ടാകുന്നത്. ദീർഘകാലം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ മറ്റു പല പത്രക്കാരും അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരെ പോലെ ആയിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹമായിട്ട് പിന്നീട് അവസാന അടുപ്പമുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ അകൽച്ചയുണ്ടായിരുന്നു. അതായിരുന്നു BS-ഉമായിട്ടുണ്ടായിരുന്നത്. ഗൗരിയമ്മയായിട്ട് ആലപ്പുഴയിൽ വെച്ചിട്ട് സാധാരണ ഉണ്ടായിരുന്ന അത്ര അടുത്ത ബന്ധമല്ല. പക്ഷെ നിയമസഭാ റിപ്പോർട്ടുകളൊക്കെ, അല്ല, തിരഞ്ഞെടുപ്പ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമായിരുന്നു. ഒരിക്കൽ നിയമസഭ ഞാൻ റിപ്പോർട്ട് ചെയ്തത് ഗൗരിയമ്മയ്ക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് കേസും ഉണ്ടായി.
അത് ഗൗരിയമ്മയെ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിനിടയിലെ ഗൗരിയമ്മയെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് കൂടെ സഞ്ചരിക്കുന്നതിനും വേണ്ടി ഞാൻ ചെന്നപ്പോൾ ആ വലിയ വീടിട്ട് മുഴുവൻ നിറയെ ആള് നിറച്ച് കിടക്കുക. അപ്പോൾ ഇതിനകത്തൂടെ ഞാൻ തുഴഞ്ഞ് കയറി VS ഗൗരിയമ്മ ഒരു കട്ടിലിരിക്കുക, കട്ടിലിൻ്റെ ഇപ്പുറത്ത് ഞാനും ഇരുന്നു. അപ്പോൾ കുറെ ആളുകളൊക്കെ വരുന്നു, ഓരോ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ വിളിച്ച് അവരോട് വിശ്വാസം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പൈസ ചോദിച്ചു. കുറച്ച് പൈസ, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു അങ്ങനെ എന്തെന്ന് പറഞ്ഞിട്ട് പൈസ ചോദിച്ചു. അപ്പോൾ ഗൗരിയമ്മ അയാളോട് പറഞ്ഞ അയക്കുന്നെങ്കിലും ഒന്ന് കൊടുത്തേക്കെന്ന് പറഞ്ഞു. പോട്ടെ, നിങ്ങൾ എല്ലായിടത്തും വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ പറഞ്ഞ് ഒന്ന് ചൂടായിട്ടാണ് പൈസ കൊടുക്കാൻ പറഞ്ഞു. അപ്പം അത്ര പൈസ. അപ്പോൾ മറ്റേ വെച്ച് ഇതെങ്ങനെ കൊടുക്കും? അത്രയും കുറച്ച് എഴുതിയാൽ മതി, കൊടുക്കുക, പൈസ കൊടുക്കുന്നത് ഗൗരിയമ്മ പറഞ്ഞു. ഞാൻ ഈ കണ്ടതും കേട്ടതും മുഴുവൻ ഞാൻ അതേപോലെ റിപ്പോർട്ട് ചെയ്യും. ഇത് പിന്നെ തെരഞ്ഞെടുപ്പ് കേസായി. കാരണം ഗൗരിയമ്മ പൈസ കൊടുത്ത് വോട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്റെ കാണുകയാണെങ്കിൽ ഗൗരിയമ്മയ്ക്ക് ഭയങ്കര അരിശമായിരുന്നു, എന്റെ പേര് കേട്ടാലോ. അവസാനം ഗൗരിയമ്മയുടെ ആത്മകഥ എഴുതണമെന്ന് പറഞ്ഞിട്ട് എന്നോട് വീണുവശം പറഞ്ഞു. പക്ഷെ എനിക്ക് പിന്നെ ആ ദൗത്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ഗൗരിയമ്മയായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാൻ രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ പ്രസ് സെക്രട്ടറി ആവുന്നത് തികച്ചും യാദൃശ്ചികമായിട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ ലീഡറോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ വേറെ ഏതെങ്കിലും നേതാക്കളോടുള്ള അത്രയും അടുപ്പം എനിക്ക് രമേശ് ജിയുമായിട്ടുണ്ടായിരുന്നില്ല. KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്നു. ഡൽഹിയിൽ വെച്ച് ഞാൻ നേരിട്ട് വിളിച്ച് കേരളത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു. അത് സാധാരണ ഒരു റിപ്പോർട്ടർ, ഒരു പത്രത്തിന്റെ രാഷ്ട്രീയ ലേഖനം, പിന്നീട് ഒരു നേതാവും തമ്മിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അടുപ്പം മാത്രമേ ഉണ്ടായിരുന്നു. അത് പക്ഷേ എന്നിരുന്നാലും ചില സമയത്തൊക്കെ പുള്ളി എന്നോട് വിളിച്ചിട്ട് ഉപദേശങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. സാധാരണ എല്ലാ പത്രക്കാരോടും പുള്ളി ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ ചില തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പുള്ളിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് തോക്കുമെന്നാണ് ഒരിക്കൽ പറഞ്ഞത്. തോക്കുമെന്നോ ജയിക്കുമെന്നോ ഒക്കെ പറയുമായിരുന്നു. അപ്പൊ അതെങ്ങനെയാന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഈ പുള്ളി പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഞാൻ കേരളമതിയിൽ രാവിലെ മറ്റേ എഡിറ്റോറിയൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ഫോൺ വരുന്നത്, ഹബീബിൻ്റെ ഫോൺ വരുന്നത്. എന്നോട് ഹബീബ് ചോദിച്ചു, ഇനി കേരളത്തിൽ എത്ര കാലം കൂടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നൊന്നര വർഷം ഉണ്ട്, 1.5 വർഷം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക്. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ് സെക്രട്ടറി ആയിക്കൂടെ എന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമാണ്, വീട്ടിൽ വരാനിരിക്കുകയാണ്, എന്താ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെ അപ്പോൾ പറഞ്ഞ സാവകാശം പറഞ്ഞാൽ മതിയെന്നു. അങ്ങനെ ഒരു 3 ദിവസം ഞാൻ ആലോചിച്ചിട്ട് പിന്നീട് ഹബീബ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ പുള്ളിയെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ ഹബീബ് പറഞ്ഞ് വന്നില്ലെങ്കിലും പുള്ളിയെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് രമേശ് ജി എന്നോട് പറഞ്ഞു, എനിക്കൊരു പുതിയ ദൗത്യം കിട്ടിയത് അറിയാമല്ലോ, എനിക്ക് ഇതൊന്ന് വിജയിപ്പിച്ചു തരണം, അതിന് എന്നെ ഒന്ന് സഹായിക്കണം. അത്ര വളരെ കാര്യമായിട്ടാണ് പുള്ളി പറയുന്നത്. നമുക്കത് ഒന്നിച്ചൊന്ന് വർക്ക് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ചോദിച്ചു, എന്നെ എന്തിനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു. കാരണം ഭീഷണത്തിലും ജയ്ഹിന്ദിലൊക്കെ ഒരുപാട് പേരുണ്ട്, മറ്റൊരുപാട് ലേഖകന്മാരുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അതെ, വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ, പുള്ളി രമേശ് ജി പറഞ്ഞ കാര്യമാണ്, വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്ന ഒരാൾ, വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ, തെറ്റിപ്പോവാതെ ചെയ്യുന്ന ഒരാൾ. പിന്നെ അനിലൻ്റെ നർമ്മം, എൻ്റെ പ്രതികാര ചിന്തകളിൽ അതും കൂടെ വേണം, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കൈ കൊടുത്തു. അങ്ങനെയാണ് വന്നത്. പക്ഷെ അപ്പോഴത്തേക്കും ഒരു കുഴപ്പമുണ്ടായത്, ഞാൻ CPM സഹയാത്രികനാണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരിൽ ഒരുപാട് പേര് ബഹളം ഉണ്ടാക്കി. എനിക്കെതിരെ പോസ്റ്റർ എഴുതി ഒട്ടിച്ചു. രമേശ് ചെന്നിത്തലയ്ക്കെതിരെയൊക്കെ. നേരത്തെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എടുത്തതും CPM കാരനാണ്, ഒരു കോൺഗ്രസിൻ്റെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ വന്നു. അപ്പോഴത്തേക്കും പുള്ളി എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തൽക്കാലം നമുക്കൊരു അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാൻ തോന്നി. അപ്പോഴത്തേക്ക് എനിക്കൊരു കുഴപ്പമുണ്ടായത്, പുള്ളി പറഞ്ഞതനുസരിച്ച് ഞാൻ കേരളത്തിന് രാജിവെച്ചു ഇറങ്ങുകയും ചെയ്തു. ഇവിടെ പ്രശ്നമാവുകയും ചെയ്തു. പിന്നെ ഞാൻ പോയില്ല, തിരിച്ചു പോയില്ല, അങ്ങനെ നിന്നു. അപ്പോൾ ഒരു 6 മാസത്തോളം കഴിഞ്ഞിട്ടാണ്, ആദ്യത്തെ നിയമസഭാ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ
പുള്ളി വീണ്ടും വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ഇനി ശല്യപ്പെടുത്തരുത്, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ പുള്ളി സമ്മതിച്ചില്ല, ചെന്നതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മനസ്സിലായത് എനിക്ക് പറ്റിയ പണിയായിരുന്നില്ല ഈ ഇത്. കാരണം ഞാൻ ഒരു സൈഡിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായി. പിന്നീട് രാഷ്ട്രീയക്കാരെയൊക്കെ വിളിക്കുമ്പോൾ അവരുടെ പ്രതികരണമൊക്കെ കാണുകയും പത്രക്കാരോട് തന്നെ മറ്റ് പത്രക്കാരുടെ പ്രതികരണമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. ഒരു 4-5 ആഴ്ച കഴിഞ്ഞ് 1-2 മാസമൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീട്ടിലും പറഞ്ഞു എനിക്കിത് ഭയങ്കര ശ്വാസം മുട്ടലുണ്ടാകും, ഞാൻ പോകുന്നില്ല. അങ്ങനെ പിന്നെ പറഞ്ഞു രാജിവെച്ചോളാം വീട്ടുകാരും പറഞ്ഞു. അങ്ങനെ ഞാൻ ശരിക്കും പ്രസ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് നിയമസഭാ സമ്മേളനം വരുന്നത്. നിയമസഭാ സമ്മേളനം വന്ന് അന്ന് അതിൻ്റെ 2 ദിവസം മുമ്പ് ഇ.പി. ജയരാജൻ വ്യവസായ മന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരൻ ആളുകളെ കണ്ണൂരും ഒക്കെ നിയമിച്ചതിൻ്റെ വാർത്ത വരുന്നു. അപ്പോഴും എൻ്റെ കയ്യിൽ ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും വരിക. ഇദ്ദേഹത്തിൻ്റെ എഴുതിയ ഇ.പി. ജയരാജൻ എഴുതിയ കത്തിൻ്റെ കോപ്പി അതൊക്കെ വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ആയി. ഞാൻ എന്നിട്ട് അത് വെച്ചിട്ട് ഇ.പി. ജയരാജനെ പാപ്പിച്ചും കൊണ്ടൊരു 4 നോട്ട് എഴുതി പുള്ളിക്ക് കൊടുത്തു, രമേശ് ചെന്നിത്തലയ്ക്ക്. പുള്ളി അത് വെച്ചിട്ട് കത്തിച്ചു. ഭയങ്കര വലിയ വാർത്താ കാര്യങ്ങൾ, പിന്നീട് ഇത് അറിഞ്ഞാത്ത കാര്യങ്ങളും കൂടെ ഒക്കെ അതിൻ്റെ ബാക്കിയും കൂടെ നമുക്ക് പ്രത്യേക വലിയ സോഴ്സായി. പ്രതിപക്ഷ നേതാവിൻ്റെ നമുക്ക് ഏത് രേഖകൾ പെട്ടെന്ന് കിട്ടും, കാരണം എല്ലായിടത്തും ആളുണ്ടല്ലോ. ബാക്കിയുള്ളതും കൂടെ ഒക്കെ വെച്ച് കിട്ടിയിട്ട് ഭയങ്കര പെട്ടെന്ന് വലിയ വാർത്തയായി. അതോടുകൂടി എനിക്കങ്ങ് ഒരു ശരിക്കും പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ പ്രവർത്തനം തന്നെയാണ്. പത്രപ്രവർത്തനത്തിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷൻ തന്നെയായിരുന്നു പ്രതിപക്ഷ പ്രവർത്തനം. അതിൽ വെച്ചാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലിൽ അടിയന്തര പ്രമേയം വന്നു. അടിയന്തര പ്രമേയമൊക്കെ ഞാനങ്ങ് ആസ്വദിക്കുകയായിരുന്നു. കാരണം നല്ല 1.5 നോട്ടുണ്ടാക്കി കൊടുത്തു, അത് വെച്ചിട്ട് പുള്ളി വെച്ച് തകർക്കുന്നു. ഇടയ്ക്ക് ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോസ്റ്റൽ സർക്യൂട്ട് TV-യിൽ അകത്ത് ചേംബറിലിരുന്നത് കാണുക, വളരെ സൂക്ഷിച്ച് കാണുകയാണ് ചെയ്യുന്നത്, പാഡ് വെച്ചിട്ട്. അപ്പോഴും ഈ ഡിസ്കഷൻ നടക്കുമ്പോൾ അതിനൊട്ട് മറുപടിയോ അല്ലെങ്കിൽ നിർദ്ദേശം അപ്പോഴും ഞാൻ എഴുതി കൊടുക്കും. അതൊരു പ്യൂൺ ഉടനെ ഓടിക്കൊണ്ട് നടത്തു കൊടുക്കും. അടുത്ത മിനിറ്റിൽ പുള്ളി ഇത് പ്രസന്റ് ചെയ്യുക പിണറായിയോട് നേരിട്ട് ചോദിക്കുക പഴയ ഏതെങ്കിലും ഒരു കാര്യം, പിണറായിക്ക് ഉത്തരം മുട്ടുന്നതാണ്. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പിന്നെ അങ്ങ് ആവേശം കൊള്ളിച്ചു. കാരണം എൻ്റെ അനുഭവ സമ്പത്തും എല്ലാം എടുത്ത് പ്രയോഗിക്കാവുന്നുള്ളൊരു സ്ഥലമെത്തി. അതോടുകൂടി പിന്നെ ഇത് പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് പത്രപ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ്. ശരിക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വാർത്ത സൃഷ്ടിക്കുന്നതിലേക്കാണ് മാറിയത് ഈ സ്ഥലത്തേക്ക് വന്നത്. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വാർത്ത പിന്നെ എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ സൃഷ്ടിക്കുന്ന വാർത്തകളെ പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളിലും വരുന്നു. 2018 അത് ഞാൻ പറയാം, അത് മാത്രം കൂടെ പറഞ്ഞാൽ മതിയാവും. പിന്നീട് ഒരുപാട് ഇലക്ഷനുണ്ട്. 2018 വെള്ളപ്പൊക്കം, അന്ന് കേരളം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയ വലിയ അവസ്ഥ വന്നു. ഒരുപാട് സ്ഥലങ്ങൾ എല്ലാം ഭയങ്കരമായിട്ട് വെള്ളത്തിൽ മുങ്ങി, എല്ലാം വെള്ളത്തിലായ ആ മഹാപ്രളയം. അത് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ പരശുരാമൻ, വീണ്ടും പൊക്കിയെടുക്കുന്ന പരശുരാമൻ എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണത്തോടുകൂടി ഇവർ പടമൊക്കെ വരച്ചിട്ട് വലിയ ആയി. അപ്പം നമ്മൾ പ്രതിപക്ഷാവിനോടെ ഒന്ന് എല്ലാവരും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക, ഇനിയിപ്പം പിണറായിയെ പിടിച്ചാൽ കിട്ടൂലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നമുക്കിതൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ, ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും സംഭവിച്ചോ, ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം. അപ്പം ഞാനും തിലകനും ശിവകുമാർ മനയിൽ ഞങ്ങളുടെ ഒരു ടീം ഇത് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായി. വാർത്തകളൊക്കെ വീണ്ടും ചെകഞ്ഞെടുത്തു. എന്നിട്ട് അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അവർ CPM-ൻ്റെ ആളുകളാണെങ്കിൽ അവരെ ആദ്യം സംഘടിപ്പിച്ചത്. അവർ പറഞ്ഞു അങ്ങനെ വിചാരിക്കുക പോലെ അല്ല, ഇത് ഡാമുകളെല്ലാം കൂടെ ഒന്നിച്ച് തുറന്നിട്ട് മിസ്മാനേജ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ കുറേ സൂചനകൾ അവിടെ നിന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് ചാലക്കുടി റിവർ അതോറിറ്റി ബേസിൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു വലിയ സംഘടനയുണ്ട്. അവർ കുറേ റിസർച്ച് ചെയ്ത ആളുകളാണ്, അവരെ കണ്ടുപിടിച്ചു. അവർ കുറേ ഡേറ്റയും കാര്യങ്ങളും ശരിക്കും എല്ലാ ഡാമുകളും ഒരു മുൻകരുതലും ഇല്ലാതെ ആ രാത്രി തുറന്നു വിട്ടത് കൊണ്ടാണ് അന്ന് ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. അതിന് മുമ്പും വലിയ മഴ ഉണ്ടായിട്ടുണ്ട്, അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് ഈ ഡാം മാനേജ്മെൻറ്റിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള മാനേജ്മെൻറ്റ് ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, വേറെ ഒരു കുഴപ്പമുണ്ടായി. തമിഴ്നാട് നമുക്ക് ഒരുപാട് വെള്ളം തരേണ്ടതുണ്ടായിരുന്നു. പല
വർഷങ്ങളായിട്ട്. അവരന്ന് രാത്രി എന്ത് വെച്ചാൽ നമുക്ക് അതുവരെ തരേണ്ട വിഹിതം മുഴുവൻ നമുക്ക് ഇങ്ങോട്ട് തുറന്നു വിട്ടാന്ന്. അന്ന് അതിന്റെ ചെയർമാൻ കേരളത്തിലെ ആളാ. ഈ നമ്മുടെ അവിടെ തമിഴ്നാടുമായിട്ടുള്ള നദീജല തർക്കത്തിന്റെ ബോർഡിന്റെ ചെയർമാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോഴും നമ്മളാ. എന്നിട്ട് നമുക്ക് തുറന്നു കിട്ടുന്നു. ഇത് ചാലക്കുടി റിവർ ബേസിൻ അതോറിറ്റിക്കാരെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും ഡാറ്റയും മൊത്തം തന്നു. ഈ മുഴുവൻ വിവരങ്ങളും വെച്ചിട്ട് പിന്നീട് അന്വേഷിച്ച് നടന്നപ്പോൾ ഇന്നത്തെ ഇടതുമുന്നണിയിലെ തന്നെ വലിയൊരു നേതാവ് എനിക്ക് ഒരുപാട് ക്രൂഷ്യലായിട്ടുള്ള വിവരങ്ങൾ ഒരുപാട് തന്നു. എന്തുകൊണ്ടാണ് ഈ ഓരോ ഡാമിനും അതിനെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീം ഉണ്ടാവണം എല്ലാ ഡാമിനും. ഒരെണ്ണത്തിനും ഉണ്ടായിട്ടില്ല. പിന്നെ അത് തുടങ്ങിയിട്ടുള്ള പിന്നെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പലതവണ നമുക്ക് തന്നിട്ടുള്ള മുന്നറിയിപ്പുകൾ, ഈ എല്ലാ ഡാറ്റയും ഏതാണ്ട് ഒരു 10-12 ദിവസം കൊണ്ട് ഞങ്ങൾ കൈവശപ്പെടുത്തി ഇതെല്ലാം സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്ത് അവസാനം നമ്മൾ ഒരു ഇതിലെത്തി. ഇത് തന്നെ. എന്നിട്ട് ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കി വിദഗ്ധരെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇതെല്ലാം ബ്രീഫ് ചെയ്ത് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി. അപ്പോൾ അന്ന് AK ആൻ്റണി ഉണ്ടായിരുന്നു. ആൻ്റണി പറഞ്ഞ് ഈ സമയത്ത് പറയരുതെന്ന് പറഞ്ഞു. അല്പം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട്. കാരണം ആളുകളെല്ലാം സർക്കാരിൻ്റെ കൂടെ നിൽക്കുകയാണ്. എല്ലാവരും പിണറായിയാണ് കേരളത്തെ രക്ഷിച്ചെന്ന് തോന്നിട്ടിരിക്കുകയാണ്. ആ സമയത്ത് പിണറായിയാണ് ഇതെല്ലാം കൂടെ തുറന്നു വിട്ടതെന്ന്, അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വീഴ്ചയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ ലേശില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയെന്ന്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നീടും ആവുന്നില്ല. അപ്പോൾ മുരളീധരൻ എവിടെ നിന്നോ കുറച്ച് സൂചനകൾ കിട്ടിയിരുന്നു. മുരളീധരൻ ഇത് KPCC യോഗത്തിൽ അത് നമ്മുടെ വീഴ്ചയാണ്, നമ്മളത് തുറന്നു കാണിക്കുന്നില്ല എന്നല്ല. അപ്പോൾ എന്നോട് രമേശ് ജി പറഞ്ഞു നമുക്കത് പബ്ലിഷ് ചെയ്യാമെന്ന്. അങ്ങനെ ആദ്യത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ആദ്യത്തെ പത്രസമ്മേളനം രമേശ് ചെന്നിത്തലയുടെ പോയി. അതായത് മിസ്മാനേജ്മെൻ്റ് കൊണ്ടാണ്, ഇത് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു പ്രളയമാണ്, അത് പ്രകൃതി മാത്രമല്ല മനുഷ്യനുണ്ടാക്കിയ പ്രളയം പറഞ്ഞിട്ട് ആദ്യത്തെ വാർത്ത പോയി. ആളുകളെല്ലാം കൂടെ മീഡിയ മൊത്തം രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് തിരിച്ചു. കേരളത്തിൽ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ഈ എന്ത് വിടുവായിത്താണ് ഇത് പറയുന്നത്, ഈ സമയത്താണ് ഇങ്ങനെ പറയേണ്ടതെന്ന് വെച്ചിട്ട് നമ്മുടെ സുജിത്ത് വേറെ കാർട്ടൂൺ വരച്ചു. മഴയൊക്കെ തീർന്നതിന് ശേഷം രമേശ് ചെന്നിത്തല വീണ്ടും ഒരു പ്രളയം തുപ്പുന്നതായിട്ട് അത് എന്നെ വിളിച്ചു. രമേശ് ചെന്നിത്തല അന്ന് കോഴിക്കോടൻ കണ്ടായിരുന്നു, എന്നെ വിളിച്ചു. അയ്യോ ഇതൊക്കെയാണല്ലോ. ഞാൻ പറഞ്ഞ സാരമില്ല, ബാക്കി നമ്മുടെ കയ്യിലുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം നോക്കിയതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അന്ന് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം അന്ന് രാത്രി 1.5 മണിക്കൂർ, 7 മണി മുതൽ 8-9 മണിക്കൂർ. അപ്പം ഞാൻ അന്ന് ഓണക്കാലം കണ്ടാണ് ഞാൻ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് ചാലയിൽ നദിക്കുമ്പോൾ വിളിക്കുന്നത്. നമ്മുടെ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ വിളിച്ച് ബഹളം ഉണ്ടാക്കി. അവർ അങ്ങേര് രമേശ് ചെന്നിത്തല അങ്ങ് കീറി ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്, പ്രതിപക്ഷ നേതാവ് ആണെന്ന് ആവുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ യേശുള്ളൊന്ന് ആരോ ഉപദേശിച്ചു കൊടുത്താണ്ട് ഇതൊക്കെ പറയുന്നത് മുഴുവൻ വസ്തുതയൊക്കെ നിരക്കാത്താണെന്ന് തോന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഓരോന്നായിട്ട് എടുത്ത് തിരിച്ച് വെച്ചു പത്രസമ്മേളനം നടത്തി. അപ്പം എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം കൂടെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ ഓഫീസിൽ ഞാൻ ഓടിച്ചെന്നു. അല്പം കഴിഞ്ഞപ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ ഇതിൻ്റെ ടെക്സ്റ്റ് കിട്ടി പറഞ്ഞതിൻ്റെ. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഒന്നുമില്ല. എനിക്ക് എല്ലാം ഖണ്ഡിക്കുക മാത്രമല്ല മൊത്തം ഖണ്ഡിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ രമേശ് ചെന്നിത്തല പിറ്റേ ദിവസം രാവിലെ പെട്ടെന്ന് വന്നു. അവിടെ നിന്ന് പരിപാടിയൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. കാരണം അത്രത്തോളം ഡാമേജാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ രാവിലെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കുക. ഞാൻ ചോദിച്ചു ഇതാ ചോദിച്ചത്, പിണറായി നമ്മുടെ വായിക്കത്തൊന്ന് വീണ് തന്നിരിക്കുകയാണ്, ഇപ്പോൾ കൊല്ലണോ അതാ വെറുതെ അല്പം ഒന്ന് വിട്ടാൽ മതിയോ ചോദിച്ചത്. അന്ന് പിന്നെ കുറേ വിദഗ്ധന്മാരെ കൂടെ വിളിച്ചു വരുത്തിയിട്ട് 3 മണിക്ക് അടുത്ത കുറേ ഫാക്ട്സ് എല്ലാം നിരത്തിയിട്ടുള്ള എൻ്റെ നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ട് പുള്ളി കൊടുത്തു. ഞാനും പുള്ളിയും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് രണ്ടാമത്തത് വന്നു. അതായത് പിണറായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ഓരോ പോയിന്റ് എടുത്ത് ഖണ്ഡിച്ച് നമ്മൾ വസ്തുതകളായിട്ട്, ഇത് ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടില്ല. ഇത് ഓരോ ഡാം തുറക്കുന്നതിന് മുമ്പ് പല മുന്നറിയിപ്പുകൾ കൊടുത്തതിന് ശേഷം ഡാം തുറക്കാൻ പാടുള്ളൂ. ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെ നേരത്തെ തയ്യാറാക്കി വെക്കണം. 3 തവണ അലർട്ട് ചെയ്യണം.
മറ്റേ ആളുകളെ അവിടെ നിന്ന് ഓരോ സ്ഥലത്തു നിന്ന് മാറ്റിയിട്ടൊക്കെ ചെയ്യാവും. എത്രത്തോളം പൊക്കണം, എത്രത്തോളം പൊങ്ങുമ്പോൾ എത്രത്തോളം വെള്ളം പൊങ്ങുമ്പോൾ എത്രത്തോളം തുറക്കണം എന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ തുറന്നുവിടുക ചെയ്തത്. ശരിക്കും നമ്മുടെ ഇപ്പോഴും ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, ഈ അലർട്ടുകളൊക്കെ വന്നു തുടങ്ങിയത് ഈ 2018 ശേഷമാണ്. അന്ന് ഈ ഒരു അലർട്ടും ആരും കൊടുത്തിരുന്നില്ല. റെഡ് അലർട്ടോ ഓറഞ്ച് അലർട്ടോ ഒന്നുമില്ലായിരുന്നു. ഇതെല്ലാം ഞങ്ങളൊന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞ് പിന്നീട് ഒന്നോ രണ്ടോ പത്രസമ്മേളനം കൂടെ കഴിഞ്ഞപ്പോൾ എസ്റ്റാബ്ലിഷ്ഡായി, വസ്തുതകൾ വെച്ചിട്ട് എല്ലാം എസ്റ്റാബ്ലിഷ്ഡായി. പിന്നെ ഒടുവിൽ സർക്കാർ നിയോഗിച്ച സമിതികൾ തന്നെ കണ്ടെത്തി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമിതികളും എല്ലാവരും കണ്ടെത്തി, ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയും കണ്ടെത്തി ഇത് മുൻകരുതലില്ലാതെ തുറന്നിട്ടാണ്. അങ്ങനെ വലിയൊരു യുദ്ധം ജയിച്ച പ്രതീതി ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരുപാട് അഴിമതി കഥകൾ കൊണ്ടുവന്നു. സ്പ്രിംഗ്ലർ, മറ്റേ കോവിഡ് കാലത്ത് ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ നേരിട്ട് വിദേശ അമേരിക്കയിലേക്ക് ഒരു സർവറിലേക്ക് പോയിക്കൊണ്ടിരുന്ന കഥയാണ് അത് സ്പ്രിംഗ്ലർ. അത് ആദ്യ സമയത്ത് പറഞ്ഞിട്ട് ആൾക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. ഞങ്ങൾക്ക് എഴുതി കൊടുത്ത് എത്ര പറഞ്ഞിട്ടും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ വിവരം മുഴുവൻ കൊണ്ടുപോയ കഥയാണ്. പിന്നീട് ലൈഫ് ഇത് പമ്പ മണൽ കടത്ത്, അങ്ങനെ കുറേ അധികം ഒരു 7 അഴിമതി. അതെല്ലാം കൂടെ പിന്നീട് ഞാനത് ക്രോഡീകരിച്ച് മാതൃഭൂമി അതൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. അതിനകത്ത് എന്നെ കൂടുതൽ സഹായിച്ചത് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അനുഭവ സമ്പത്താണ്. എല്ലാ കാര്യങ്ങളും രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ വിശദമായിട്ട് വിശകലനം ചെയ്ത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പത്രസമ്മേളനത്തിൽ പറയാൻ ഞാൻ രമേശ് ജിക്ക് കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരൊറ്റ എണ്ണം പോലും പാളിപ്പോയിട്ടില്ല. പുള്ളി അന്ന് ആ സമയത്ത് കൊണ്ടുവന്ന എല്ലാ അഴിമതികളും പിൻകാലത്ത് ശരിയാണെന്ന് വന്നു, കോടതികൾ ഇടപെട്ടു, അതെല്ലാം ശരിയാണെന്ന് വന്നു. പക്ഷേ പിന്നീട് അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു, രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല, വോട്ടായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പറ്റിയില്ല. അത് വേറെ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഖ്യാതി, ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള ഖ്യാതി ഉണ്ടാകുന്നതിൽ എനിക്കൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന് അത് അറിയാം. പിന്നീടും അദ്ദേഹം എപ്പോഴും അത് പറയാറുണ്ട്. കണ്ണുടച്ച് പൊന്നെഴുതി തരുന്നത് എനിക്ക് പറയാം. നിയമസഭയിലായിരുന്നാലും പുറത്തായിരുന്നാലും ഒരു സ്ഥലത്തും പാളിപ്പോയിട്ടില്ല. അതൊരു 5 വർഷം എനിക്ക് നല്ല അനുഭവമായിരുന്നു. പത്രപ്രവർത്തകൻ്റെ തന്നെ മറ്റൊരു മേഖലയായിരുന്നു അത്. ആ രീതിയിൽ തന്നെയായിരുന്നു ചെയ്തത്. പത്രപ്രവർത്തന സമയത്ത് നമ്മൾ കാണിക്കുന്ന ചില ട്രിക്കുകളുണ്ടല്ലോ. ആദ്യം കുറച്ച് സാധനങ്ങൾ മാത്രം ഇടുക, അതിൽ മറ്റവർ വന്ന് കൊത്തുമ്പോൾ ബാക്കി അല്പം കൂടെ ഇടുക, പിന്നീട് അങ്ങനെ ചെയ്യുക. അത് മെഴ്സിക്കുട്ടിയമ്മ അതിനകത്ത് വീണുപോയത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ അഴിമതി കൊണ്ടുവന്നിരുന്നത്. ഈ തീരദേശം മുഴുവൻ ഒരു വിദേശ കമ്പനിക്ക് മത്സ്യബന്ധനത്തിന് എഴുതി കൊടുക്കുന്ന സാധനമായിരുന്നു. അതൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ അനുവദിക്കുകയും ബാക്കിയുള്ള എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ ആദ്യം എഴുതിയപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെയാണ് ആദ്യത്തെ പത്രസമ്മേളനം പോകുന്നത്. അത് കണ്ടിട്ട് മന്ത്രി മെഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾ എന്താ പറയുന്നത്? ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടുമില്ല, അവിടെ വിദേശ പ്രതിനിധികളെ കണ്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു പദ്ധതിയില്ല. ഇവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഫയൽ എൻ്റെ കയ്യിലിരിക്കുക, ഫോട്ടോ ഉൾപ്പെടെ. അത് പിന്നീട് പറഞ്ഞ് അവരവസാനം വീണുപോയി. എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തു വിട്ടു. അത് അങ്ങനെ ഒരു നല്ല, എനിക്ക് ഈ പത്രപ്രവർത്തന സമയത്ത് ചെയ്തതിനേക്കാളും പല മടങ്ങ് ജോലിയാണ് ആ സമയത്ത് ഞാൻ ചെയ്തത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ് സെക്രട്ടറിയായിട്ട് തുടങ്ങുമ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നെങ്കിലും അതെല്ലാം പിന്നീട് മാറി കിട്ടി. നല്ല ഊർജ്ജസ്വലനായിട്ട് തന്നെ പോയിച്ചു. 2 പുസ്തകങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഒരു 17 വർഷക്കാലമാണ് ഞാൻ കേരളോദയയിൽ പ്രതിവാര ചിന്തകളെന്ന പേരിൽ അതാത് ആഴ്ചകളിലത്തെ രാഷ്ട്രീയ വിശകലനം ചെയ്തുകൊണ്ട് എഴുതിയ സറ്റയറുകളാണ്. അത് ശരിക്കും വിശകലനം മാത്രമല്ല, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളം ഉണ്ടായത് മുതൽ ഇങ്ങോട്ടുള്ള സമയത്തുള്ള പ്രധാനപ്പെട്ട ഇതിനായിട്ട് അനുബന്ധമായിട്ടുള്ള വസ്തുതകൾ, രാഷ്ട്രീയ വസ്തുതകൾ മിക്കവാറും നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ ഇവർ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് നേരെ തിരിച്ച് ചരിത്രത്തിൽ എപ്പോഴൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അതാണ് അതിന് ഭയങ്കര സ്വീകാര്യത ഉണ്ടായത്. അത് 17 വർഷക്കാലം ഞാൻ അത് എഴുതിയിരുന്നു സർ. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത
ഒരു 10-35 ലേഖനങ്ങൾ അടങ്ങിയതാണ് ഒരു ഒരു പുസ്തകം. അത് പരിധി പബ്ലിക്കേഷൻസാണ്. കേരള രാഷ്ട്രീയം ഒരു കടങ്കഥ എന്നുള്ള പേരിൽ. രണ്ടാമത് പ്രതിപക്ഷ നേതാവായിരിക്കെ കൊണ്ടുവന്ന ഈ അഴിമതി ആരോപണങ്ങൾ. സ്പ്രിംഗ്ലറുണ്ട്, പമ്പ മണൽക്കടത്തുണ്ട്, ട്രാൻസ്ഗ്രിഡ് ഉണ്ട്, പിന്നെ ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ തട്ടിപ്പുണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ AI ക്യാമറ വിവാദം വരെ. ഇതെല്ലാത്തിൻ്റെയും വസ്തുതകളും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാത്തിൻ്റെയും ഫയൽ നമ്പറും കാര്യങ്ങളൊക്കെ. അത് മാതൃഭൂമി ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അത് രമേശ് ചെന്നിത്തല പിടിച്ചു കെട്ടിയ അഴിമതികൾ എന്ന പേരിലാണ് അത് വന്നത്. അത് ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വെച്ചാണ് അത് പ്രകാശനം ചെയ്തത് മാതൃഭൂമി. അതിനുവേണ്ടി ഞാനും ഷാർജയിൽ പോയിരുന്നു. ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു ആദ്യം പത്രപ്രവർത്തന രംഗത്ത് വന്നെങ്കിലും പിന്നീടത് ഞങ്ങളുടെ വീട്ടിലതൊരു പത്രപ്രവർത്തക കുടുംബമായിട്ട് മാറി. എൻ്റെ ഭാര്യയുടെ സഹോദരൻ വിനോദ് മലയാള മനോരമയുടെ ലേഖകനാണ്, സീനിയർ കറസ്പോണ്ടൻ്റാണ്. വിനോദിൻ്റെ ഭാര്യയാണ് ഏഷ്യാനെറ്റിൻ്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ. സിന്ധുവും ഞങ്ങളെല്ലാം ഒരു കുടുംബമാണ്. അതേപോലെ തന്നെ എൻ്റെ ഒരു കസിൻ ജയകുമാർ ദീപികയിലെ ലേഖകനാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ കുടുംബമാണ് ശരിക്കും. അങ്ങനെ ആയിട്ടാണ് ഇപ്പോൾ കഴിയുന്നത്. എൻ്റെ ഭാര്യ സുമ ഡോക്ടർ സുമ ഇപ്പോൾ നേരത്തെ മന്നാനിയ കോളേജിലെ കോമേഴ്സ് വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തതിനു ശേഷം സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിളപ്പിശാലയിൽ അവിടെ പ്രിൻസിപ്പലാണ്. 2 പെൺകുട്ടികൾ, പാർവതി പവനും ഗോപിക പവനും. പാർവതി മൂത്തയാളാണ്. അവൾ സിവിൽ എഞ്ചിനീയറാണ്. അവൾ നേരത്തെ ISROയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉത്തരാഖണ്ഡിൽ റൂർക്കി IITയിൽ പഠിക്കാൻ വേണ്ടി റൂർക്കി IITയിൽ പോയിട്ടാണ് അവിടെ വെച്ചാണ് MTech ചെയ്യുന്നത്. റൂർക്കിയിൽ നിന്ന് ജയിച്ചതിന് ശേഷം പിന്നെ ഡൽഹിയിൽ വന്നിട്ട് DRDOയിൽ ജോയിൻ ചെയ്തു. DRDOയിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് DRDOയിൽ അവൾ വളരെ അധികം വർക്ക് സംസ്ഥാന സർക്കാരിന് വേണ്ടിയും സംസ്ഥാന ഭാരതത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടിയും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി. പല ദീർഘകാലമായിട്ട് തന്നെ നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങളും അവൾ സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളുടെ ഫെലോഷിപ്പ് റിസർച്ച് ഫെലോ എന്നുള്ള നിലയ്ക്കായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവ് സോബിൻ ഡൽഹിയിൽ നിന്ന് സൗദി അറേബ്യയിലൊരു ജോലിയായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ മോളും സൗദി അറേബ്യയിലേക്ക് പോയി. എൻ്റെ രണ്ടാമത്തെ മകളുടെ പേര് ഗോപിക പവൻ എന്നാണ്. ഗോപിക പവനൻ അവൾ ഹൈദരാബാദിൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഇഫ്ലുവിൽ അവിടെ നിന്നാണ് പഠിച്ചു വന്നത്. അവിടെ നിന്ന് ഡിസ്റ്റിങ്ഷനോട് പാസ്സായി ഇവിടെ വന്നിട്ട്. പക്ഷേ അവൾ പിന്നീട് പെട്ടെന്ന് ബേക്കിങ്ങിലേക്ക് തിരികെ ചെയ്തത്. ഇപ്പോൾ അവളൊരു 2 വർഷം ഹോം ബേക്കർ നടത്തിയിരുന്നു. ഇപ്പോൾ ക്ലൗഡ് കിച്ചനായിട്ട് ഒരു ബേക്കിംഗ് സ്വന്തമായിട്ടൊരു സംരംഭം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അവളിപ്പോൾ നല്ല കുറഞ്ഞ കാലത്തിനകത്ത് തന്നെ നല്ല പേരുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവളുടെ ഒരു സംരംഭമാണത്. പിന്നെ അതിനകത്ത് പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് അവൈലബിൾ അല്ലാത്ത കിട്ടാത്ത കേക്കുകളാണ് അവൾ വിതരണം ചെയ്യുന്നത്. അതായത് ബ്രൗണീസ്, ചീസ് കേക്ക്, തിരാമിസു എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് അധികം വിൽപ്പനയില്ലാത്ത സാധനങ്ങൾ യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. അവളെ പിന്നെ നന്നായിട്ട് സിനിമയെക്കുറിച്ചൊക്കെ നന്നായിട്ട് എഴുതുന്ന, അത്യാവശ്യം നന്നായിട്ട് കവിത എഴുതും, പടം വരയ്ക്കും, പിന്നീട് ഇത് ചെയ്യും. സിനിമയെക്കുറിച്ച് ആനുകാലികങ്ങളിലൊക്കെ ഇപ്പോൾ കലാകൗമുദിയിലൊക്കെ ധാരാളം എഴുതിയിട്ടുള്ളതാണ്. സിനിമ അവളുടെ വരെ മറ്റൊരു പാഷനാണ്. അതോടൊപ്പം തന്നെ അവൾ ബേക്കിങ്ങും സിനിമയും അതാണ്. ഇനിയിപ്പോൾ അവളുടെ വിവാഹം ബുദ്ധമതത്തിൻ്റെ ആണ് അവളുടെ ഒരു വലിയ ഏരിയ. അവൾ ആകൃഷ്ടമായിട്ടുള്ളത് ബുദ്ധമതത്തിലാണ്. ഹൈദരാബാദ് പഠിക്കുന്ന സമയത്ത് അവിടെ കുറേ ബുദ്ധസന്യാസികളുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ചങ്ങാത്തം കാരണം ബുദ്ധമതത്തിൽ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും ബുദ്ധമതത്തിൻ്റെ പ്രഭാഷണം നടത്താറുണ്ട്. ബുദ്ധമത സങ്കേതങ്ങളിലും പിന്നീട് അംബേദ്കർ സ്റ്റഡീസ് സർക്കിൾ പോലുള്ള വേദികളിലുമൊക്കെ ബുദ്ധമതത്തെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്താറുണ്ട്.
ഇപ്പോൾ അതാണ് ആ ഒരു സംരംഭ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ചെറിയ പ്രായത്തിലും അങ്ങനെ ചെയ്തു അവൾ. ഇപ്പോൾ 2 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, സർക്കാരിന് അവളും സ്വയം ജോലി കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അവൾ മുന്നോട്ട് പോകുന്നു. അതാണ് ഞങ്ങളുടെ ഒരു കുടുംബം.